ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഫ്ലൈവീലാണ്. ഓക്കെ, അങ്ങനെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഫ്ലൈവീൽ എന്ന് പറയുന്നത് തിയറി ഓഫ് മെഷീൻസിലും അതുപോലെ മെഷീൻ ഡിസൈനിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് ഫസ്റ്റ് എന്താണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നേരെ ഫ്ലൈവീലിലോട്ട് വരാം. ഓക്കെ, രണ്ടും കോറിലേറ്റഡ് ആണ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം? ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഈ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ആക്ച്വലി ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ടേണിംഗ് മൊമെന്റ് മീൻസ് എന്താണ്? ടോർക്ക്. സോ ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡയഗ്രാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന്, സേ ഒരു എക്സാമ്പിൾ എഞ്ചിനിൽ നിന്ന്, എന്നാൽ എഞ്ചിനാണ് നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? സോ അതിൽ നിന്ന് കിട്ടുന്ന ടോർക്കിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രാഫാണ് ആക്ച്വലി ഇറ്റ് ഈസ് എ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ ആണല്ലോ. സോ ടേണിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് ടോർക്കാണ്. സോ ടോർക്ക് എഗെയിൻസ്റ്റ് സംതിങ്. സോ അതാണ് ടേണിംഗ് മൊമെന്റ് എന്ന് പറയുന്നത്. അന്നേരം അതാണ് ഒരു ക്വസ്റ്റ്യൻ കുറെ പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്. ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിൽ എന്തിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വെച്ചിട്ടാണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്? സോ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ടോർക്കും എഗെയിൻസ്റ്റ് ക്രാങ്ക് ആംഗിൾ, ഇതാണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ ടോർക്കും എടുക്കും, വൈ ആക്സിസിൽ നമ്മൾ ടോർക്ക് എടുക്കും, വൈ ആക്സിസിൽ നമ്മൾ ടോർക്ക് എടുക്കും, എക്സ് ആക്സിസിൽ പിന്നെ ക്രാങ്ക് ആംഗിൾ എടുക്കും. ക്രാങ്ക് ആംഗിൾ മീൻസ് നമുക്കൊരു എഞ്ചിൻ ഉണ്ടെങ്കിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, ഒരു കണക്ടിംഗ് റോഡ് ഉണ്ട്, ഒരു ക്രാങ്ക് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. സോ ഈ ക്രാങ്ക് ഹൊറിസോണ്ടലുമായിട്ട് അല്ലെങ്കിൽ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്രാങ്ക് പിന്നും ക്രാങ്കിന്റെ ബെയറിങ്ങും അതുപോലെ പിസ്റ്റണുമായിട്ട് നമ്മളൊരു കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടലുമായിട്ട് ഈ ആംഗിളിനെയാണ് ക്രാങ്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രാങ്ക് ആംഗിൾ എന്ന് പറയുന്നത് ക്രാങ്ക് ഇവിടെ ആയിരിക്കുമ്പോഴത്തേനും, ഇനീഷ്യലി ഈ പോയിന്റിലായിരിക്കുമ്പോഴത്തേന് ആ ക്രാങ്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ വരുമ്പോഴത്തേനും അത് 90 ആയിരിക്കും, ഇവിടെ വരുമ്പോഴത്തേനും 180 ആയിരിക്കും, പിന്നെ ഇവിടെ വരുമ്പോഴത്തേന് 270 ആവും, അഗൈൻ ഇവിടെ വരുമ്പോൾ 360 ആവും. അന്നേരം ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, 360 ഡിഗ്രി അല്ലെങ്കിൽ 2π ആണ് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്, ശരിയല്ല? 2π ആണ് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ആംഗിൾ ആയിരിക്കും ഇൻ റേഡിയൻസിലായിരിക്കും നമ്മൾ ഈ എക്സ് ആക്സിസിൽ കാണിക്കുന്നത്. സോ ക്രാങ്ക് ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സോ അങ്ങനെ ക്രാങ്ക് ആംഗിൾ അഗെയിൻസ്റ്റ് ടേണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് ആയിരിക്കും ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ടേണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് ഓൺ വൈ ആക്സിസ് ആൻഡ് ക്രാങ്ക് ആംഗിൾ ഓൺ എക്സ് ആക്സിസ്. ഓക്കെ, സോ ഇതൊരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് അവിടെ സെക്ഷൻ, കംപ്രഷൻ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. ഏതാണ് സെക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക് ഒക്കെ കാണിച്ചിരിക്കുന്നത്. സോ അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ഗ്രാഫ് ഇതാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ അതുപോലെ ക്രാങ്ക് ആംഗിൾ ഇൻ റേഡിയൻസിലാണ് കണ്ടോ, π, 2π, 3π ആൻഡ് 4π. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ എടുക്കുമ്പോഴത്തേന് 2 റൊട്ടേഷനിലാണ് നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടുന്നത്, ശരിയല്ലേ? 4 സ്ട്രോക്ക്, ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ അങ്ങനെ 4 സ്ട്രോക്ക് മീൻസ് 720 ഡിഗ്രി. അന്നേരം 720 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 × 2 അല്ലെ? അതിന് 360 × 2, 360 ആണ് ഒരു റൊട്ടേഷൻ. അങ്ങനെ 2 റൊട്ടേഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പവർ സ്ട്രോക്ക് കിട്ടുന്നത്. സോ 36 π, അതുകൊണ്ടാണ് π 2π മീൻസ് 360, 3π 540 ആൻഡ് 4π 720 ഡിഗ്രി വന്നത്. ഓക്കെ, സോ അതൊക്കെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് അതിന്റെ ഒരു ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ദ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഓൾസോ നോൺ ആസ് ക്രാങ്ക് എഫോർട്ട് ഡയഗ്രാം. അതായത് ക്രാങ്ക് എഫോർട്ട് ഡയഗ്രാം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം തന്നെയാണ്. ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ടേണിംഗ് മൊമെന്റ് ഓർ ക്രാങ്ക് എഫോർട്ട്. അതായത് ടേണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് അല്ലെങ്കിൽ ക്രാങ്ക് എഫോർട്ട്, ക്രാങ്കിന്റെ എഫോർട്ട് ഫോർ എ വേരിയസ് പൊസിഷൻ ഓഫ് ക്രാങ്ക്. ക്രാങ്കിന്റെ വേരിയസ് പൊസിഷനിലെ ടോർക്കിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ടോർക്കിന്റെ കിട്ടുന്ന ടോർക്ക്, എത്രത്തോളം ടോർക്ക് കിട്ടുന്നു, സോ അതിനെയാണ് എന്ത് പറയുന്നത്? ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്ലോട്ടഡ് ഓൺ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഇൻ വിച്ച് ടേണിംഗ് മൊമെന്റ് ഈസ് ടേക്കൺ ആസ് ഓർഡിനേറ്റ്. അതായത് ഓർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത് ടേണിംഗ് മൊമെന്റ് ആൻഡ് ക്രാങ്ക് ആംഗിൾ ഈസ് ഇൻ അബ്സിസ. ഓക്കെ, അന്നേരം അബ്സിസയിൽ എന്തായിരിക്കും? ക്രാങ്ക് ആംഗിളുമായിരിക്കും എടുക്കുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി നമുക്ക് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഫോർ എ സിംഗിൾ സിലിണ്ടർ ഡബിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിൻ. ഓക്കെ, അന്നേരം ഇത് നമ്മുടെ PSCയിൽ ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് സിംഗിൾ സിലിണ്ടർ ഡബിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ ഇരിക്കും അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. പക്ഷേ നമുക്ക് അതിന്റെ ഒരു ടേണിംഗ് മൊമെന്റിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ ഇത് എടുക്കുന്നത്. സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ഒറ്റ സിലിണ്ടർ മാത്രമുള്ള പക്ഷേ ഡബിൾ ആക്ടിംഗ് ആയിട്ടുള്ള സ്റ്റീം എഞ്ചിൻ. ഡബിൾ ആക്ടിംഗ് മീൻസ് ഇതാണ് നമ്മുടെ സിലിണ്ടർ, നമ്മുടെ ഒറ്റ സിലിണ്ടറേ ഉള്ളൂ, ഒരു പിസ്റ്റനേ ഉള്ളൂ. പക്ഷേ ഡബിൾ ആക്ടിംഗ് മീൻസ് എന്താണ്, ഇവിടെയും സ്റ്റീം സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെയും സ്റ്റീം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിലിണ്ടർ എടുക്കുമ്പോഴത്തേന് പിസ്റ്റൺ ഇങ്ങോട്ട് പോകുമ്പോൾ ഔട്ട് സ്ട്രോക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ സ്റ്റീം സപ്ലൈ ചെയ്യുന്നു. സോ അത് ആണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. തിരിച്ച് പിസ്റ്റൺ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഈ രണ്ടാമത്തെ സൈഡിലും എന്ത് ചെയ്യുന്നു, സ്റ്റീം സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ഈ രണ്ടാമത്തെ സൈഡിലും എന്ത് ചെയ്യുന്നു, സ്റ്റീം സപ്ലൈ ചെയ്യുന്നു. സോ അതാണ് ഡബിൾ ആക്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ 4 സ്ട്രോക്ക് എഞ്ചിൻ പോലെ അവിടെ 2 റൊട്ടേഷൻ അല്ല, ഒറ്റ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റീം എഞ്ചിൻ എടുക്കുമ്പോഴത്തേനും സ്റ്റീം എഞ്ചിന് സിംഗിൾ ആക്ടിംഗ് ആയാലും ഡബിൾ ആക്ടിംഗ് ആയാലും ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അതിന് ഒരു റൊട്ടേഷൻ മതി, ഒറ്റ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ വരുന്നു, ദാറ്റ് ഈസ് 360 ഡിഗ്രി വരുന്നു. ഓക്കെ, അതായത് നമ്മൾ തൽക്കാലം ഒരു സിംഗിൾ ആക്ടിംഗ് എടുത്താൽ, ഡബിൾ ആക്ടിംഗ് അല്ല സിംഗിൾ ആക്ടിംഗ് എടുത്താലും ക്രാങ്ക് ഇങ്ങനെ കറങ്ങി ഇവിടം വരെ എത്തുമ്പോഴത്തേന് നമുക്ക് പവർ സ്ട്രോക്ക് കിട്ടുന്നു. ഓക്കെ, ഇവിടം വരെ എത്തുമ്പോൾ നമുക്ക് പിസ്റ്റൺ പുറത്തോട്ട് വരുന്നു, ദാറ്റ് ഈസ് പവർ സ്ട്രോക്ക് കിട്ടുന്നു. തിരിച്ച് അത് അങ്ങോട്ട് പോകുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു, റിട്ടേൺ സ്ട്രോക്ക് കിട്ടുന്നു, അവിടെ പവർ കാണത്തില്ല. ഓക്കെ, സോ അതൊരു 360 ഡിഗ്രി റൊട്ടേഷൻ, ഒറ്റ റൊട്ടേഷനേ ഉള്ളൂ. അത് ഡബിൾ ആക്ടിംഗ് വരുമ്പോഴത്തേനും 2 പവർ സ്ട്രോക്ക് കിട്ടുന്നതേ ഉള്ളൂ. ഒറ്റ റൊട്ടേഷനിൽ തന്നെ 2 പവർ സ്ട്രോക്ക് കിട്ടുന്നു, ഇങ്ങോട്ട് പോകുമ്പോഴും പവർ സ്ട്രോക്ക് കിട്ടുന്നു, തിരിച്ചു പോകുമ്പോഴും പവർ സ്ട്രോക്ക് കിട്ടുന്നു. ഓക്കെ, സോ അതാണ് സ്റ്റീം എഞ്ചിന്റെ പ്രത്യേകത. നേരെ സ്റ്റീം എഞ്ചിന്റെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒറ്റ റൊട്ടേഷൻ മാത്രം ഉള്ളൂ. ഒരു എന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയാണ്, 360 ഡിഗ്രിയിലാണ് അതിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 2π. ഓക്കെ, സോ ഒരു ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഓഫ് എ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ഡബിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിൻ, സിംഗിൾ സിലിണ്ടർ ഡബിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിന്റെ ഒരു ടേണിംഗ് മൊമെന്റ് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആംഗിൾ 0-ൽ തുടങ്ങി 2πയിൽ അവസാനിക്കുന്നു, ദാറ്റ് ഈസ് 360-ൽ അവസാനിക്കുന്നു. അതാണ് ഒരു റൊട്ടേഷനേ ഉള്ളൂ. പക്ഷെ ഒരു റൊട്ടേഷൻ ആണെങ്കിലും അതിന്റെ കറക്റ്റ് മിഡിലിൽ പൈ വരുന്നുണ്ട്, ദാറ്റ് ഈസ് 180. എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഇവിടെ തുടങ്ങിയിട്ട്, ദാറ്റ് ഈസ് 0-ൽ തുടങ്ങിയിട്ട് 90 വന്ന് 180 വരുമ്പോഴത്തേന് ഒരു പവർ സ്ട്രോക്ക് നമുക്ക് കിട്ടും അല്ലെ. ആ പവർ സ്ട്രോക്ക് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒറ്റ പവർ സ്ട്രോക്ക്. ഓക്കെ, നേരെ സിംഗിൾ ആക്ടിംഗ് മാത്രമേ ഉള്ളെങ്കിൽ ആക്ച്വലി ഡയഗ്രം ഇങ്ങനെ വരും. ആ ഫസ്റ്റ് പവർ സ്ട്രോക്ക് വരുന്നു, പിന്നീട് പവർ സ്ട്രോക്ക് വരത്തില്ല, ഇങ്ങനെ വരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ റിട്ടേൺ വരുമ്പോഴത്തേനും പവർ സ്ട്രോക്ക് വരത്തില്ല. അല്ലെങ്കിൽ ഇത് ഇല്ലെന്ന് വിചാരിച്ചോ, കൂടുതൽ കൺഫ്യൂഷൻ വരുന്നില്ല. ഒരു സിംഗിൾ ആക്ടിംഗ് മാത്രമേ ഉള്ളെങ്കിൽ ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നു, ദാറ്റ് ഈസ് 180 ഡിഗ്രി, ദാറ്റ് ഈസ് പൈയിൽ ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നു. പിന്നെ റിട്ടേണിൽ ഒന്നും കിട്ടുന്നില്ല, ദാറ്റ് ഈസ് 2π. ഈ ഒരു സൈക്കിളിൽ ഒന്നും കിട്ടുന്നില്ല. ആക്ച്വലി അവിടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, അത് ഞാൻ തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഡബിൾ ആക്ടിംഗ് വരുമ്പോഴത്തേനും എന്താണ് പ്രത്യേകത, ഇവിടെ ക്രാങ്ക് 0 ആയിരുന്നു, അഗെയിൻ 90 ആൻഡ് 180. അന്നേരം 180 റൊട്ടേഷൻ വരുമ്പോഴത്തേനും പിസ്റ്റൺ എന്ത് വരും, സിലിണ്ടറിലെ പിസ്റ്റൺ ഇന്നർ ഡെഡ് സെന്ററിൽ നിന്നും ഔട്ടർ ഡെഡ് സെന്റർ വരെ വരും. കണ്ടോ, അതാണ് ഈ 0 to P എന്ന് പറയുന്നത്. O to P എന്ന് പറയുന്നത് പിസ്റ്റൺ ഇന്നർ ഡെഡ് സെന്റർ. ഇത് ഇന്നർ ഡെഡ് സെന്ററിലായിരിക്കും പിസ്റ്റൺ, ആൻഡ് ഇത് ഔട്ടർ ഡെഡ് സെന്ററിൽ എത്തും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് ഇവിടുന്ന് സ്റ്റീം ഇതിലോട്ട് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്കൊരു പവർ സ്ട്രോക്ക് കിട്ടുന്നു. ആ പവർ സ്ട്രോക്കിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ഡബിൾ ആക്ടിംഗ് ആയതുകൊണ്ട് തന്നെ പിസ്റ്റൺ തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവിടെയും സ്റ്റീം സപ്ലൈ ചെയ്യുന്നു. അതാണ് ഡബിൾ ആക്ടിംഗിന്റെ പ്രത്യേകത, ശരിയല്ലേ. സോ ഇവിടെയും സ്റ്റീം സപ്ലൈ ചെയ്യുന്നു. അവിടെ സ്റ്റീം സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഔട്ടർ ഡെഡ് സെന്ററിൽ നിന്ന് അഗെയിൻ പിസ്റ്റൺ തിരിച്ച് ഇന്നർ ഡെഡ് സെന്ററിലോട്ട് വരുന്നു. അതാണ് എന്താണ് 180 to 360 നടക്കുന്നത്, 180 to 360. സോ അവിടെയും എന്ത് കിട്ടുന്നു, നമുക്കൊരു പവർ സ്ട്രോക്ക് കിട്ടുന്നു. സോ 2 പവർ സ്ട്രോക്ക് ആയിരിക്കും ഡബിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിന് കിട്ടുന്നത്. മൊത്തം ഒരു റൊട്ടേഷനിൽ 2 പവർ സ്ട്രോക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ കുറെ ABCD കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലൈനൊക്കെ ഒരു നീട്ടി വരച്ചിട്ടുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നോക്ക്, ഡ്യൂറിംഗ് ദ ഔട്ട് സ്ട്രോക്ക് മീൻസ് എന്താണ്, പിസ്റ്റൺ സിലിണ്ടറിന്റെ ഇന്നർ ഡെഡ് സെന്ററിൽ നിന്നും ഔട്ടർ ഡെഡ് സെന്ററിലോട്ട് പോകുന്ന ഇതാണ് ഔട്ട് സ്ട്രോക്ക്. ദാറ്റ് ഈസ് 0 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രി അല്ലെങ്കിൽ പൈയിലോട്ട് വരുന്നതിനാണ് ഔട്ട് സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഔട്ട് സ്ട്രോക്ക് എന്നാണ് ആ ഔട്ട് സ്ട്രോക്കിലാണ് ആദ്യത്തെ പവർ നമുക്ക് കിട്ടുന്നത്, OGP എന്ന് പറയുന്ന പവർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഡ്യൂറിംഗ് ഔട്ട് സ്ട്രോക്ക് OGP ദ ടേണിംഗ് മൊമെന്റ് ഈസ് മാക്സിമം വെൻ ദ ക്രാങ്ക് ആംഗിൾ ഈസ് ലിറ്റിൽ ലെസ് ദാൻ 90 ഡിഗ്രി.
അന്നേരം ടേണിംഗ് മൊമെന്റ് എവിടെയാണ് മാക്സിമം വരുന്നത്? അതുകൊണ്ട് ഇവിടെയാണ് ടേണിംഗ് മൊമെന്റ് മാക്സിമം വരുന്നത്. സോ അവിടെ ആ ടേണിംഗ് മൊമെന്റ് മാക്സിമം വരുന്നിടത്ത് കറക്റ്റ് 90 അല്ല, ക്രാങ്ക് ആംഗിൾ എന്ന് പറയുന്നത് ലിറ്റിൽ ലെസ് ദാൻ 190 ആണ്. 90യേക്കാളും കുറച്ച് കുറവാണ്. കറക്റ്റ് 90 വരത്തില്ല, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ വിചാരിക്കും കറക്റ്റ് 90 ആണെന്ന്, പക്ഷെ കറക്റ്റ് 90 ലിറ്റിൽ ലെസ് ദാൻ 90 ആണ്. ഓക്കെ, ആൻഡ് 0 വെൻ ദ ക്രാങ്ക് ആംഗിൾ ഈസ് 0 ആൻഡ് 180. പക്ഷേ ടേണിംഗ് മൊമെന്റ് ഇവിടെ ആംഗിൾ 0-ലും അതുപോലെ 180-ലും ടേണിംഗ് മൊമെന്റ് 0 ആയിട്ടുണ്ട്. ഓക്കെ, സോ ടേണിംഗ് മൊമെന്റ് 0 at 0 and 180, ബട്ട് മാക്സിമം അറ്റ് ക്രാങ്ക് ആംഗിൾ ലിറ്റിൽ ലെസ് ദാൻ 90. 90യേക്കാളും കുറച്ച് കുറഞ്ഞിരിക്കും. ദാറ്റ് ഈസ് 89 88 87 ആ ഒരു പോയിന്റിൽ എന്തായിരിക്കും മാക്സിമം ക്രാങ്ക് ആംഗിൾ കിട്ടും. ഓക്കെ, സിമിലർലി ഇവിടുത്തെ കേസിൽ നോക്ക്. ഇവിടുത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇൻസ്ട്രോക്കിലാണ്. ഇൻസ്ട്രോക്ക് മീൻസ് പിസ്റ്റൺ ഇവിടെ ഔട്ടർ ഡെഡ് സെന്ററിൽ നിന്നും ഇന്നർ ഡെഡ് സെന്ററിലോട്ട് വരുമ്പോൾ, ദാറ്റ് ഈസ് എത്രയാണ്? പൈയിൽ നിന്നും 2π വരുമ്പോഴത്തേന്, അല്ലെങ്കിൽ 180-ൽ നിന്നും 360-ലോട്ട് വരുമ്പോഴത്തേനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? രണ്ടാമത്തെ പവർ സ്ട്രോക്ക് കിട്ടുന്നത്. സോ അവിടുത്തെ കേസിലും എന്താണ് ഇതിന്റെ മാക്സിമം വരുന്ന പോയിന്റ് എവിടെയായിരിക്കും? 270 ഡിഗ്രിയിലായിരിക്കും. 270യേക്കാളും കുറച്ച് എന്തായിരിക്കും? സംവാട്ട് കുറഞ്ഞത് അല്ലെ? 270യേക്കാളും കുറച്ച് കുറഞ്ഞ്. ഇവിടെ 90യേക്കാളും ലിറ്റിൽ ലെസ് ദാൻ പറഞ്ഞതുപോലെ തന്നെ 270യേക്കാളും ലിറ്റിൽ ലെസ് ദാൻ. അതുപോലെ തന്നെ 0 അവിടെയും വരും. എന്താണ്? 180 ഡിഗ്രിയിലും എത്രയാണ്? 360 ഡിഗ്രിയിലും ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അന്നേരം ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്, 0 to 360 ആണ്. പിന്നെ അത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ ആണല്ലോ. സോ എ സംവാട്ട് സിമിലർ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഈസ് ഒബ്റ്റൈൻഡ് ഡ്യൂറിംഗ് ദ ഇൻസ്ട്രോക്ക്, ദാറ്റ് ഈസ് PKG. സോ ഇൻസ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ PKG എന്ന് പറയുന്ന കർവിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഡയഗ്രാം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പ്രധാനമായിട്ട് നോക്കേണ്ടത്, ഏരിയ ഓഫ് ദി ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഈസ് പ്രൊപ്പോർഷണൽ ടു വർക്ക് ഡൺ പെർ റെവല്യൂഷൻ ആസ് ദ വർക്ക് ഈസ് പ്രോഡക്റ്റ് ഓഫ് ടേണിംഗ് മൊമെന്റ് ആൻഡ് ആംഗിൾ ടേൺഡ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ടോർക്ക് ഇൻറ്റു തീറ്റയാണ്. ടോർക്ക് ഇൻറ്റു ആംഗിൾ ടേൺഡ് ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ ഏതൊരു ഗ്രാഫിന്റെയും ആ ഗ്രാഫിൽ ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റും ഇവിടെ y എന്ന് പറയുന്ന ഒരു കമ്പോണന്റും വെച്ച് ഒരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്ത് എനിക്കൊരു സർക്കിൾ കിട്ടി. ഓക്കെ, അതായത് ആ സർക്കിളിന്റെ ഏരിയ, കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ആ ഗ്രാഫിന്റെ എക്സ് ആക്സിസും y ആക്സിസിലെയും കമ്പോണൻസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഞാൻ പ്രഷറും വോളിയവും എടുത്തു. ഇവിടെ എനിക്കൊരു സർക്കിൾ കിട്ടി. സോ ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ P/B ആയിരിക്കും. ഓക്കെ, അതെപ്പോഴും അങ്ങനെയായിരിക്കും. സോ അതുപോലെ തന്നെ ഇവിടുത്തെ കേസിൽ ടേണിംഗ് മൊമെന്റും ഇതിന്റെ ഒരു ഏരിയ, ഈ നമുക്ക് കിട്ടിയ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ, ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ടേണിംഗ് മൊമെന്റിന്റെയും ക്രാങ്ക് ആംഗിളിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ടോർക്ക് ഇൻറ്റു തീറ്റ ആയിരിക്കും ഈ ഗ്രാഫിന്റെ ഏരിയ. ദാറ്റ് ഈസ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ടേണിംഗ് മൊമെന്റ് ഇൻറ്റു തീറ്റയാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ടേണിംഗ് മൊമെന്റ് ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ആണ്. ഓക്കെ, സോ അത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേന് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ അല്ലെങ്കിൽ ഏരിയ അണ്ടർ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത് എന്ത് തരും? വർക്ക് ഡൺ നമുക്ക് തരും. ഓക്കെ ആണല്ലോ. സോ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ ആ എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മീൻ ടോർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. മീൻ ടോർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു എഞ്ചിൻ വർക്ക് ചെയ്യാൻ മിനിമം എത്ര ടോർക്ക് വേണം. ഓക്കെ, ആ എഞ്ചിനിൽ നിന്നും ആക്ച്വലി ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ ഡിസിപ്പേഷൻ വരണം, അതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. ആ എഞ്ചിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഫ്രിക്ഷൻ വരും. ഓക്കെ, അന്നേരം എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം സപ്പോസ് ക്ലച്ച് വരും അല്ലെ, ക്ലച്ചിൽ വഴിയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ക്ലച്ചിൽ വരുന്ന ഫ്രിക്ഷൻ, അതിന്റെ ബെയറിംഗിൽ വരുന്ന ഫ്രിക്ഷൻ. ഓക്കെ, പിന്നെ അതുപോലെ ഗിയർ ബോക്സിൽ വരുന്ന ഫ്രിക്ഷൻ, പിന്നെ അതൊരു അങ്ങോട്ട് വരുന്ന എല്ലാ കമ്പോണൻസിലും വരുന്ന ഫ്രിക്ഷൻ. സോ ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യണം ആദ്യമേ എഞ്ചിൻ. ഓക്കെ, സോ ഒന്നാമത്തെ കേസ് അതാണ്. രണ്ടാമത്തെ കേസ്, ആ എഞ്ചിൻ എന്തിനെങ്കിലും ഡ്രൈവ് ചെയ്യുന്നുവെങ്കിൽ, ആ എഞ്ചിനിൽ നിന്ന് നമ്മൾക്ക് ഒരു ഡ്രൈവ് കിട്ടുന്നു, ഒരു ടയറിലേക്ക് ഡ്രൈവ് കിട്ടുന്നുവെങ്കിൽ ആ ടയർ ഓവർടേക്ക് ചെയ്യേണ്ടുന്ന ഫ്രിക്ഷൻ, ഓക്കെ, റോഡ് സർഫസുമായിട്ട് ഓവർടേക്ക് ചെയ്യേണ്ടുന്ന ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ആ വണ്ടി ആക്സിലറേറ്റ് ചെയ്യുന്നെങ്കിൽ ആക്സിലറേഷന് വേണ്ടി കൊടുക്കേണ്ടുന്ന ടോർക്ക്. ഓക്കെ, അന്നേരം ഈ ടോർക്കിനെ എല്ലാം കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ എഞ്ചിന് ഇത്രയും ടോർക്ക് മിനിമം പ്രൊഡ്യൂസ് ചെയ്യാതെ എഞ്ചിൻ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫ്രിക്ഷനെ എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റ് ആക്സിലറേഷൻ കൊടുക്കുന്നെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ, അങ്ങനെയുള്ള എഞ്ചിൻ വർക്ക് ചെയ്യാൻ മിനിമം വേണ്ടുന്ന ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ഒരു ആവറേജ് ടോർക്ക് ഉണ്ട്. സോ ആ ടോർക്കിനെയാണ് മീൻ ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ആ മീൻ ടോർക്കിന് അഗെയിൻസ്റ്റ് ആയിരിക്കും, ആ മീൻ ടോർക്കിന് വെച്ചിട്ടായിരിക്കും എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു മീൻ ടോർക്ക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ എഞ്ചിൻ സ്റ്റോപ്പ് ആവും. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, റൊട്ടേറ്റ് ചെയ്യത്തില്ല.
ഇപ്പൊ ചില കേസിൽ നമ്മളൊരു ബൈക്ക് ഉപയോഗിച്ച് വേറെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ക്യാരി ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു, അത് മൂവ് ചെയ്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മീൻ ടോർക്കിന് കറസ്പോണ്ടിങ് ആയി അതിനേക്കാളും കൂടുതൽ ടോർക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് അത്രയും ഹെവി സാധനത്തിന് പിടിച്ചുകൊണ്ട് പോകാൻ. സോ ആ ഒരു എഞ്ചിന് ഒരു പർട്ടിക്കുലർ ഒരു മീൻ ടോർക്ക് കാണും. ഓക്കെ, സോ ആ മീൻ ടോർക്കിനെ ആണ് ദാണ്ട് ഈ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഈ മീൻ ടോർക്കിന് മിനിമം ഈ മീൻ ടോർക്ക് കിട്ടിയില്ലെങ്കിൽ, ആ എഞ്ചിനിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ എഞ്ചിൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഓഫ് ആയി പോകും. ഓക്കെ, സോ ആ മിനിമം മീൻ ടോർക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫ്യൂലും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമുക്കിപ്പോൾ ഒരു കയറ്റം കയറുന്നു, അന്നേരം ആ കയറ്റം കയറുമ്പോഴത്തേന് ഈ മിനിമം മീൻ ടോർക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഫ്യൂൽ സപ്ലൈ ചെയ്യുന്നു. നമുക്കൊരു ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഈ മിനിമം മീൻ ടോർക്ക് കിട്ടാൻ കൂടുതൽ ഫ്യൂൽ സപ്ലൈ ചെയ്യുന്നു. ഇറങ്ങുമ്പോഴത്തേനും മിനിമം മീൻ ടോർക്ക് കിട്ടാൻ കുറഞ്ഞ ഫ്യൂൽ മതി. ഓൾറെഡി പിന്നെ അല്ലാതെ തന്നെ അതിന് എന്ത് കിട്ടുന്നു, ആ ഇറക്കത്തിന്റെ ഒരു ഇനേർഷ്യ വെച്ച് ആ വണ്ടിക്ക് കിട്ടുന്നു. ഓക്കെ, സോ അന്നേരം ഈ ഒരു മിനിമം മീൻ ടോർക്കിൽ എഞ്ചിൻ എപ്പോഴും വർക്ക് ചെയ്യും. അന്നേരം ഓരോ എഞ്ചിനും ഒരു മിനിമം മീൻ ടോർക്ക് കാണും. ഓക്കെ, ഇനി ആ മിനിമം മെയിൻ ടോർക്കിന് എബോവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് കണ്ടോ, ഈ മിനിമം മെയിൻ ടോർക്കിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ സംഭവമാണ്. ഓക്കെ, അന്നേരം ആ എക്സ്ട്രാ പാർട്ടാണ് ആ മിനിമം മെയിൻ ടോർക്കിന് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ഈ ടോട്ടൽ ഏരിയ ഇത്രയാണല്ലോ. അന്നേരം ആ ടോട്ടൽ ഏരിയ എടുക്കുമ്പോഴത്തേന് ഈ മീൻ ടോർക്ക് വെച്ച് നോക്കുമ്പോൾ കുറെ ഭാഗം താഴെയും കുറെ ഭാഗം മുകളിലുമാണ്. ഓക്കെ, അന്നേരം മീൻ ടോർക്കിന് താഴെ വരുന്ന ഭാഗത്തിനെ ഞാൻ നെഗറ്റീവ് റീജിയൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ടോർക്കിന്റെ നെഗറ്റീവ് റീജിയനും മീൻ ടോർക്കിന് മേളിൽ വരുന്നതിനെ പോസിറ്റീവ് റീജിയൻ എന്ന് വിളിക്കാം. ഓക്കെ, അന്നേരം പോസിറ്റീവ് റീജിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ മീൻ ടോർക്ക് 500 ന്യൂട്ടൺ മീറ്റർ ആണ് മീൻ ടോർക്ക്. ഓക്കെ, സോ പോസിറ്റീവ് റീജിയൻ മീൻസ് എന്തായാലും 500-നേക്കാൾ കൂടുതലായിരിക്കും, 600. സോ അന്നേരം വരുന്ന എക്സ്ട്രാ 100 എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന, ആ എഞ്ചിനിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ചിലപ്പം 500-ന് പകരം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയായിരിക്കും, 400 ആയിരിക്കും. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ മിനിമം മീൻ ടോർക്കിൽ കുറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്താൽ എഞ്ചിൻ സ്റ്റോപ്പ് ആവും. ഓക്കെ, സോ ആ ഒരു സമയത്ത് സ്റ്റോപ്പ് ആവാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അന്നേരം അത്രയും കൂടുതൽ ഞാൻ പോകുന്നില്ല. അന്നേരം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, മിനിമം ഒരു മീൻ ടോർക്ക് ഉണ്ട്. സോ അതാണ് ഈ പറഞ്ഞത്. നോക്ക്, മീൻ ടോർക്ക് എഗെയിൻസ്റ്റ് വിച്ച് ദ എഞ്ചിൻ വർക്ക് ഈസ് ഡൺ ബൈ. എന്നാൽ ആ മീൻ ടോർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള ഇക്വേഷൻ ആണ് ഇത്. നോക്ക്, മീൻ ടോർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും ഹൈറ്റ് ആണ്, OE എന്ന് പറയുന്ന ഹൈറ്റ്, OE. ഓക്കെ, സോ ആ മീൻ ടോർക്ക് എന്ന് പറയുന്നത് ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ OGPKP എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയ, ഒരു സൈക്കിളിൽ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഏരിയ, OGPKP എന്ന് പറയുന്ന ടോട്ടൽ ഏരിയ. ആ ടോട്ടൽ ഏരിയ ബൈ ക്രാങ്ക് ആംഗിൾ എത്രയാണ്, 0 to 2π. ശരിയല്ലേ, ആ സൈക്കിൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ 2π ആണ് ക്രാങ്ക് ആംഗിൾ. സോ ടോട്ടൽ ഏരിയ ബൈ ക്രാങ്ക് ആംഗിൾ ആയിരിക്കും മീൻ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് മീൻ ടോർക്ക് കണ്ടുപിടിക്കാം. എന്താ നോക്കുക, അതിൽ എഴുതിയേക്കുന്നത് വേർ OE ഈസ് ദ മീൻ ടോർക്ക് ആൻഡ് ഈസ് ദ മീൻ ഹൈറ്റ് ഓഫ് ദി ടേണിംഗ് മൗണ്ട് ഡയഗ്രം. അതായത് ഇതാണ് ആ ഹൈറ്റ്, ടേണിംഗ് മൗണ്ട് ഡയഗ്രത്തിന്റെ മീൻ ഹൈറ്റ് ആണ് OE എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, വെൻ ക്രാങ്ക് ടേൺസ് ഫ്രം ദി ആംഗിൾ OA to OB. എന്താ നമുക്ക് OA എന്ന് പറയുന്ന ആംഗിളിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഇത്രയും A മുതൽ ബിയിലേക്ക് ക്രാങ്ക് ടേൺ ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ O എന്ന് പറയുന്നത് 0 ആണ്, പിന്നെ A എന്ന് പറഞ്ഞാൽ സേ ഇവിടെയാണ്, B എന്ന് പറയുന്നത് സേ ഇവിടെ എവിടെയെങ്കിലും വരും. ഓക്കെ, ക്രാങ്കിന്റെ ഒരു പൊസിഷനാണ്. അന്നേരം ഇത്രയും ഭാഗം ക്രാങ്ക് ടേൺ ചെയ്യുമ്പോഴത്തേന് പിന്നെ A മുതൽ B വരെ അത് ടേൺ ചെയ്യുമ്പോൾ എയുടെ പ്രത്യേകത എന്താ, എയില് കറക്റ്റ് ആ ഗ്രാഫ് മീൻ ടോർക്കും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ, സോ ബിയുടെ പ്രത്യേകത എന്താ, അവിടെയും ക്രാങ്ക് മീൻ ടോർക്കും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പക്ഷെ അതിനിടയ്ക്കുള്ള ഒരു റീജിയന്റെ ഒരു പ്രത്യേകത എന്താ, വർക്ക് ഡൺ ബൈ ദ എഞ്ചിൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഏരിയ AFGHB ആണ്. അന്നേരം ഈ ഒരു എയ്ക്കും ബിക്കും ഇടയ്ക്ക്, അന്നേരം ഈ ഒരു എയ്ക്കും ബിക്കും ഇടയ്ക്ക് നമുക്ക് ആ എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഗ്രാഫ് ഇത്രയുമാണ്. ശരിയല്ലേ, സോ ആ ഗ്രാഫിന് അണ്ടറിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. അന്നേരം ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ എഞ്ചിൻ വർക്ക് ചെയ്യാൻ ഇത്രയും മതി. മീൻ ടോർക്കിന് എഗെയിൻസ്റ്റ് ആണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയും ഏരിയ മതി എഞ്ചിൻ വർക്ക് ചെയ്യാൻ. സോ ടോട്ടൽ ഇത്രയും ഏരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എഞ്ചിൻ വർക്ക് ചെയ്യാൻ ഇത്ര ഏരിയ മതി. ഓക്കെ, സോ ബാക്കി വരുന്ന ഈ ഒരു എക്സ്ട്രാ ഏരിയ ഉണ്ടല്ലോ, ഈ എക്സ്ട്രാ ഏരിയ എന്ത് ചെയ്യുന്നു, ആക്ച്വലി ആ എക്സ്ട്രാ ഏരിയ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ വർക്കാണ്. ഈ എക്സ്ട്രാ ഏരിയ ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്ലൈ വീലിലോട്ട് കൊടുക്കുന്നു. സോ ഫ്ലൈ വീല് ആ വർക്ക്, എക്സ്ട്രാ വരുന്ന വർക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ ആണല്ലോ, സോ അത്രയും മനസ്സിലാക്കുക. നമ്മുടെ ഫ്ലൈ വീൽ ആ എക്സ്ട്രാ വരുന്ന വർക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു,
രണ്ടാമത്തെ പാർട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ബി മുതൽ സി വരെയുള്ള ഒരു പാർട്ടിലോട്ട് പോകുന്നു. അതായത് ബി മുതൽ സി വരെയുള്ള പാർട്ടിൽ ഗ്രാഫ് ഇങ്ങനെ വന്നേക്കുന്നത് കണ്ടോ, ശരിയല്ലേ? സോ ആ ഗ്രാഫിന് കുറച്ചും കൂടെ വലുതായി കാണിക്കും. അന്നേരം ബി മുതൽ സി വരെയുള്ള പാർട്ടില് ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്, ശരിയല്ലേ? സോ ആ ഗ്രാഫിന് അണ്ടർ പിന്നെ ഏരിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത്രയുമാണ്, ഇത്ര ഏരിയ ആണ് ആ ഗ്രാഫിൽ വരുന്ന ഏരിയ. ഓക്കെ, പക്ഷേ നമുക്ക് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ മീൻ ടോർക്ക് ഇത്രയുമാണ്. അതായത് മീൻ ടോർക്കിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്തായാലും വേണം. ദാറ്റ് മീൻസ് ഇത്രയും ഈ വലിയ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ആക്ച്വലി വേണമായിരുന്നു, ഇത്രയും ഏരിയ വർക്ക് വേണമായിരുന്നു ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ റെഡ് കളറിൽ കൊടുത്തേക്കുന്ന ഏരിയ മാത്രമേ നമുക്ക് വർക്കായിട്ട് എഞ്ചിനിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ എക്സ്ട്രാ ഇത്രയും കൂടെ വർക്ക് ഈ ഒരു പാർട്ടിലെ വർക്ക് നമ്മൾ എഞ്ചിനിലോട്ട് കൊടുക്കണം. എഞ്ചിൻ എന്തായാലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇത്രയും കൂടെ ഈ യെല്ലോ കളറിലുള്ള വർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എഞ്ചിൻ വർക്ക് ചെയ്യൂ, അല്ലെങ്കിൽ അന്നേരം വണ്ടി സ്റ്റോപ്പ് ആയി പോകും. സോ അത് കൊടുക്കുന്നത് ആരാണ്? ഫ്ലൈ വീലാണ്. ആ ഫ്ലൈ വീൽ എന്ത് ചെയ്യുന്നു? നേരത്തെ ഇവിടുന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നേക്കുന്ന എനർജി ഈ ഫ്ലൈ വീല് ഇവിടുത്തേന് കൊടുക്കുന്നു. സോ ആ എക്സ്ട്രാ ഈ യെല്ലോ ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എഞ്ചിൻ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ പിന്നെ വർക്ക് ആര് കൊടുക്കുന്നു? ഫ്ലൈ വീല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എഞ്ചിൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ ആണല്ലോ. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഏത് പോയിന്റിലോട്ട് വരുന്നു? സി എന്ന് പറയുന്ന പോയിന്റ് ടു ഡി എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരുന്നു. സോ അവിടെ വരുമ്പോൾ എഗെയിൻ എന്ത് ചെയ്യുന്നു? എഞ്ചിൻ അവിടെ കൂടുതൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കണ്ടോ, അന്നേരം ഇത്രയും മതിയായിരുന്നു നേരത്തെ, പക്ഷെ ഇത്രയും വർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ വർക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു? ഫ്ലൈ വീലിലോട്ട് കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത വരുന്ന ഒരു റീജിയനിൽ നേരത്തെ പറഞ്ഞോണം തന്നെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ വർക്കേ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷേ ഈ ബാക്കി എക്സ്ട്രാ വേണ്ടുന്ന വർക്ക് ഈ ഫ്ലൈ വീൽ കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് ഈ ഫ്ലൈ വീല് വർക്ക് ചെയ്യുന്നത് ഈ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിൽ. സോ പിന്നെ എഞ്ചിന് ആവശ്യം അധികം വരുന്ന വർക്ക് അത് സ്റ്റോർ ചെയ്യുകയും പിന്നീട് എഞ്ചിൻ ആവശ്യം വരുമ്പോഴത്തേന് അത് സപ്ലൈ ചെയ്യുകയുമാണ് ഫ്ലൈ വീല് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഈ പറഞ്ഞേക്കുന്നത്. നോക്കുക, ബട്ട് ഇഫ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ റെസിസ്റ്റിംഗ് ടോർക്ക് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഏരിയ AF/HB. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ ഒരു കേസാണ് പറയുന്നത് കേട്ടോ. AF/HB ആണ് ആക്ച്വലി വേണ്ടുന്നത്. ദസ് ദ എഞ്ചിൻ ഹാസ് ടു ഡൺ മോർ വർക്ക് വാട്ട് ഹാസ് ബീൻ ടേക്കൺ ഇറ്റ്. അന്നേരം എഞ്ചിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നു, ആ വർക്ക് എന്ത് ചെയ്യുന്നു? ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. വെൻ ദ ടേണിംഗ് മൊമെന്റ് ഈസ് പോസിറ്റീവ്, ദാറ്റ് മീൻസ് ഇവിടെ ഒരു എക്സ്ട്രാ വർക്ക് വരുന്നത് ദാറ്റ് ഈസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് വെൻ ദ എഞ്ചിൻ ടോർക്ക് ഈസ് മോർ ദാൻ ദ മീൻ റെസിസ്റ്റിംഗ് ടോർക്ക്. മീൻ ടോർക്കിനേക്കാളും കൂടുതൽ എഞ്ചിൻ ടോർക്ക് വരുമ്പോഴത്തേനാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ദ ക്രാങ്ക് ഷാഫ്റ്റ് ആക്സിലറേറ്റ് ആൻഡ് വർക്ക് ഈസ് ഡൺ ബൈ ദ സ്റ്റീമർ. ഓക്കെ, സോ വെൻ ദ ടേണിംഗ് മൊമെന്റ് ഈസ് നെഗറ്റീവ്, അന്നേരം ഈ ഒരു എക്സ്ട്രാ വർക്ക് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നെ നെഗറ്റീവ് വരുമ്പോഴത്തേന് ഈ ഒരു റീജിയൻ വരുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? വെൻ ദ ടേണിംഗ് മൊമെന്റ് ഈസ് നെഗറ്റീവ്, ദാറ്റ് മീൻസ് വെൻ ദ engine torque is less than the mean torque, the crankshaft retards and work done on the steam. Okay, അന്നേരം പിന്നെ ടേണിംഗ് മൊമെന്റ് നെഗറ്റീവ് വരുമ്പോഴത്തേനും അത് കുറയുകയും ആ സമയത്ത് ഫ്ലൈ വീലിൽ നിന്നുള്ള എനർജി ഇതിലോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ ദ എക്സസ് വർക്ക് ഈസ് റെപ്രസെന്റഡ് ബൈ FHG. ഇതിന്റെ കേസ് തന്നെ പറയുന്നത് കേട്ടോ. എക്സസ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? FHG എന്ന് പറയുന്ന റീജിയൻ ആണ്. ദിസ് എക്സസ് വർക്ക് ഈസ് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ദി എഞ്ചിൻ. അന്നേരം ആ എക്സസ് വർക്ക് കാരണം എഞ്ചിന്റെ സ്പീഡ് കൂടുകയും ആൻഡ് ഈ സ്റ്റോർഡ് ഇൻ ദ ഫ്ലൈ വീൽ, ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഡ്യൂറിംഗ് ദ ക്രാങ്ക് ട്രാവൽ ഫ്രം OB ടു OC, ഈ ഒരു റീജിയൻ പറയുന്നത് OB ടു OC എന്ന് പറയുന്ന റീജിയനിൽ വർക്ക് നീഡ് ഫോർ ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു BHJC. അന്നേരം വർക്ക് വേണ്ടുന്നത് BHJC എന്ന് പറയുന്ന ഈ മീൻ ടോർക്കിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വർക്കാണ്. പക്ഷേ വേറെ ദ വർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എഞ്ചിൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദ അണ്ടർ HPJ. അന്നേരം വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ തന്നെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. സോ ദസ് ദ ഡ്യൂറിംഗ് ദിസ് പീരീഡ് മോർ വർക്ക് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ എഞ്ചിൻ പ്രൊഡ്യൂസ്ഡ്. ദിസ് ലോസ് ഈസ് മെയ്ഡ് ബൈ ദ ഫ്ലൈ വീൽ വിച്ച് ഗിവ്സ് ദ സം ഓഫ് ദി എനർജി ദാറ്റ് ദ സ്പീഡ് ഡിക്രീസസ്. അന്നേരം ആ ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജി അതിലോട്ട് സപ്ലൈ ചെയ്യുകയും അങ്ങനെ ഫ്ലൈ വീലിന്റെ സ്പീഡ് കുറയുകയും ചെയ്യും. ഈ ഫ്ലൈ വീൽ സ്പീഡ് അനുസരിച്ചാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഈ റൊട്ടേഷണൽ എനർജി ആയിട്ടാണ് ഫ്ലൈ വീല് സ്റ്റോർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്ലൈ വീല് ഇപ്പം 300 RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈ വീല് ഈ ഒരു എക്സ്ട്രാ എനർജി കൊടുക്കുമ്പോൾ അത് എത്ര ആവും? 600 RPM ആവും. ദാറ്റ് മീൻസ് അതിന്റെ റൊട്ടേഷണൽ എനർജി ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ½I⍵² എന്ന് പറയുന്ന റൊട്ടേഷണൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒമേഗ എന്ന് പറയുന്നത് സ്പീഡാണ്, ശരിയല്ലേ, ആംഗുലാർ വെലോസിറ്റി. സോ കൂടുതൽ എനർജി എക്സ്ട്രാ എനർജി കൊടുക്കുമ്പോൾ അതിന്റെ സ്പീഡ് കൂട്ടി വെക്കുകയും ഈ ഒരു റീജിയന് വരുമ്പോഴത്തേന് തിരിച്ച് അതിന് എനർജി കൊടുക്കേണ്ടുന്ന സമയത്ത് ഈ 600 എന്ന് പറയുന്ന റൊട്ടേഷണൽ എനർജി എനർജി കൊടുക്കുകയും എഗെയിൻ അത് സ്പീഡ് കുറഞ്ഞ് 300 250 ആയിട്ട് മാറുകയും ചെയ്യുന്നു.
ഓക്കെ ആണല്ലോ. സോ റൊട്ടേഷണൽ എനർജി ആയിട്ടാണ് ഫ്ലൈ വീല് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. സോ പിന്നെ ബാക്കി എന്താ പറയുന്നത്, ബാക്കി അതിന്റെ ഇതിന്റെ ഈ ഒരു പാർട്ട് തന്നെ വെൻ ദ ക്രാങ്ക് അറ്റ് ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കുമ്പോഴത്തേന് ഫ്ലൈ വീൽ ഹാസ് അബ്സോർവ് എനർജി വൈൽ ദ ക്രാങ്ക് ഹാസ് മൂവ്ഡ് ഫ്രം ദ എ ടു ബി ദെയർ ബൈ ദ സ്പീഡ് ഓഫ് ദി എഞ്ചിൻ ഈസ് മാക്സിമം. അന്നേരം എയിൽ നിന്നും ബിയിലേക്ക് വരുമ്പോഴത്തേന് എക്സ്ട്രാ എനർജി വരുന്നത് കൊണ്ട് തന്നെ ഫ്ലൈ വീല് എനർജി സ്റ്റോർ ചെയ്യുകയും മാക്സിമം സ്പീഡ് അതിന് കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ. അറ്റ് സി ദ ഫ്ലൈ വീൽ ഹാസ് ഗിവൺ ഔട്ട് എനർജി വൈൽ ദ ക്രാങ്ക് ഹാസ് മൂവ്ഡ് ഫ്രം ബി ടു സി. അന്നേരം സി എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ, ഈ കിട്ടിയ എനർജിയിലെ കുറച്ച് പാർട്ട് എന്ത് ചെയ്യുന്നു, സി എത്തുമ്പോഴത്തേന് ഇവിടെ നെഗറ്റീവ് വന്നത് കൊണ്ട് തന്നെ തിരിച്ച് അതിലോട്ട് കൊടുക്കുകയും ആ സമയത്ത് സ്പീഡ് കുറയുകയും ചെയ്യുന്നു. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മാക്സിമം പോസിറ്റീവ് റീജിയണിന്റെ പുറത്ത് വരുമ്പോഴത്തേന് എന്ന് പറഞ്ഞാൽ നോക്കാം, ഇവിടെ ഫ്ലൈ വീലിന്റെ സ്പീഡ് 300 ആയിരുന്നെന്ന് വെച്ചോ. എന്നാൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് ഇത് കൊടുക്കുമ്പോഴത്തേന് ഇവിടുത്തെ സ്പീഡ് എത്രയായിട്ട് മാറും, നേരത്തെ ഞാൻ പറഞ്ഞാൽ 600 ആയിട്ട് മാറും. പിന്നീട് ഇവിടെ ഒരു നെഗറ്റീവ് വരുമ്പോഴത്തേന് വീണ്ടും അതിൽ നിന്ന് സ്പീഡ് എന്നുള്ള എനർജി കൊടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേന് അഗെയിൻ അത് 300 ആയിട്ട് മാറും. സോ ഇതിനിടയ്ക്ക് ഈ മാക്സിമം ഒരു സ്പീഡ് വരുന്ന ഒരു പോയിന്റും ഉണ്ട്, അതുപോലെ ഒരു മിനിമം സ്പീഡ് വരുന്ന പോയിന്റും ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഒരു ഇതിന്റെ രണ്ടിനും കൂടെ ഇടയ്ക്കുള്ള ഒരു സ്പീഡ് ആയിരിക്കും. സോ എന്തായാലും ഫ്ലൈ വീലിന് 2 സ്പീഡ് കാണും, 2 സ്പീഡ് ലിമിറ്റ് കാണും, ഒരു മാക്സിമം സ്പീഡ് ലിമിറ്റും ഒരു മിനിമം സ്പീഡ് ലിമിറ്റും. മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പവർ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള തൊട്ട് മുമ്പ് അടുത്ത പോയിന്റിലാണ് മാക്സിമം സ്പീഡ് ലിമിറ്റും പിന്നെ ഒരു മിനിമം സ്പീഡ് ലിമിറ്റും കാണും. ഓക്കെ. സോ അതാണ് പറഞ്ഞത്, ഒരു മിനിമം സ്പീഡും കാണും, ഒരു മാക്സിമം സ്പീഡും കാണും. സോ സിമിലർലി എഞ്ചിൻ സ്പീഡ് ഈസ് അഗെയിൻ മാക്സിമം അറ്റ് ദ ഡി ആൻഡ് സി. സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു റീജിയൻ അഗെയിൻ പോസിറ്റീവ് ആണ്. സോ ആ റീജിയൻ കഴിയുന്ന ഈ ഒരു പോയിന്റിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ വീണ്ടും മാക്സിമം സ്പീഡ് ആകുന്നു. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് വരുന്നത് കൊണ്ട് തന്നെ എ എന്ന് പറയുന്ന പോയിന്റിലും വീണ്ടും എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് മൈനസ് അല്ലെങ്കിൽ മിനിമം സ്പീഡ് വരുന്നു. അങ്ങനെ അത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഫ്ലൈ വീലിന്റെ സ്പീഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ ആണല്ലോ. സോ ഈ 2 സ്പീഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ്, ഗ്രേറ്റസ്റ്റ് സ്പീഡ് ഈസ് ദ ഗ്രേറ്റർ ഓഫ് ദി 2 മാക്സിമം സ്പീഡ് ആൻഡ് ലീസ്റ്റ് സ്പീഡ് ഈസ് ദ ലെസർ ഓഫ് ദി 2 മിനിമം സ്പീഡ് എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ ഈ ഒരു പോയിന്റിലും മാക്സിമം സ്പീഡ് വരും, ഈ ഒരു പോയിന്റിലും മാക്സിമം സ്പീഡ് വരും. കാര്യം എന്താ, ഈ ഒരു പോസിറ്റീവ് റീജിയൻ കഴിയുമ്പോഴത്തേനും ഫ്ലൈ വീൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നു, മാക്സിമം സ്പീഡ് വരുന്നു. ഈ ഒരു പോസിറ്റീവ് റീജിയൻ കഴിയുമ്പോഴത്തേനും ഫ്ലൈ വീൽ അഗെയിൻ എനർജി സ്റ്റോർ ചെയ്ത് വെച്ച് മാക്സിമം സ്പീഡ് വരുന്നു. ഇതിൽ ഏതാണോ പോസിറ്റീവ് വലിയ റീജിയൻ, സോ അതിനനുസരിച്ച് അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാക്സിമം ആയിരിക്കും. ഓക്കെ. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഈ 2 മാക്സിമം സ്പീഡിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ടോപ്പ് സ്പീഡ് ആയിരിക്കും, ചിലപ്പോൾ രണ്ടും സെയിം ആയിരിക്കും. സോ ഒരു മാക്സിമം സ്പീഡും വരുന്നു. അതുപോലെ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നെഗറ്റീവ് റീജിയൻ കഴിഞ്ഞ് ഈ ഒരു പോയിന്റും, അതുപോലെ ഇവിടുത്തെ ഒരു നെഗറ്റീവ് റീജിയൻ കഴിഞ്ഞ് ഈ ഒരു പോയിന്റും, ഈ 2 പോയിന്റിലായിരിക്കും മിനിമം സ്പീഡ് വരുന്നത്. ഓക്കെ. അങ്ങനെ ആ മിനിമം സ്പീഡിലും എന്തായിരിക്കും, രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം ഏറ്റവും മിനിമം ആയിരിക്കും. ഓക്കെ. സോ അങ്ങനെ ഏറ്റവും മാക്സിമം ഒരു ഗ്രേറ്റസ്റ്റ് മാക്സിമം സ്പീഡ് കൊടുക്കുന്നു, ഏറ്റവും മിനിമം സ്പീഡ് കൊടുക്കുന്നു. അന്നേരം ഒരു മാക്സിമം സ്പീഡിനെ ഞാൻ N1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, മിനിമം സ്പീഡിനെ ഞാൻ N2 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ ഫുള്ള് സൈക്കിൾ എടുക്കുമ്പോഴത്തേന് അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാക്സിമം സ്പീഡും വരും, ഏതെങ്കിലും ഒരു പോയിന്റിൽ മിനിമം സ്പീഡും വരും. അത് തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് സ്പീഡ് ഓഫ് ദി എഞ്ചിൻ ഓവർ 1 റെവല്യൂഷൻ അല്ലെങ്കിൽ 1 സൈക്കിൾ ഈസ് കാൾഡ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം സ്പീഡ് മൈനസ് മിനിമം സ്പീഡ് ആണ്. ഓക്കെ. സോ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് പറയുന്നത് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ വരുമ്പോഴത്തേന്, സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ വരുമ്പോഴത്തേന് അതിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ. അതിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ ടേണിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് അഗെയിൻസ്റ്റ് y ആക്സിസ് ആൻഡ് ക്രാങ്ക് ആംഗിൾ അഗെയിൻസ്റ്റ് x ആക്സിസ്. സോ 4 സ്ട്രോക്ക് എഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 സ്ട്രോക്കിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 4 സ്ട്രോക്ക് വേണം. 4 സ്ട്രോക്ക് എന്ന് പറയുന്നത്, ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ക്രാങ്കിന്റെ 180 ഡിഗ്രി റൊട്ടേഷൻ ആണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 720 ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് 4π ആണ് വരുന്നത്. ശരിയല്ലേ? സോ അതുകൊണ്ടാണ് ഒരു സൈക്കിളിന് 4π എന്ന് പറയുന്ന ക്രാങ്ക് ആംഗിൾ പിന്നെ ടോട്ടൽ ക്രാങ്ക് ആംഗിൾ എന്ന് പറയുന്നത് 4π വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 4π പിന്നെ റേഡിയൻസ് ആ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ. സോ അതിനെ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു, π, 2π, 3π ആൻഡ് 4π എന്ന് പറഞ്ഞാൽ 0 to π എന്ന് പറയുന്നത് ഒരു സ്ട്രോക്ക്, π to 2π സെക്കൻഡ് സ്ട്രോക്ക്, 2π to 3π തേർഡ് സ്ട്രോക്ക് ആൻഡ് അഗെയിൻ 3π to 4π എന്ന് പറയുന്നത് ഫോർത്ത് സ്ട്രോക്ക്. അന്നേരം ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സക്ഷൻ സ്ട്രോക്ക് ആണ്. സെക്കൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്ക് ആണ്. ദെൻ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ എക്സോസ്റ്റ് സ്ട്രോക്ക് ആണ്. ഓക്കെ. സോ സക്ഷൻ സ്ട്രോക്കിൽ ആക്ച്വലി ഈ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമേ നമുക്ക് വർക്ക് കിട്ടുന്നുള്ളൂ.
ഓക്കെ, എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നിന്ന് മാത്രമേ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടൂ, പിന്നെ എഞ്ചിനിൽ നിന്ന് വർക്ക് കിട്ടും. അന്നേരം 4 സ്ട്രോക്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നിന്നാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്. ബാക്കി എല്ലാ സ്ട്രോക്കിലും നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ആ സ്ട്രോക്ക് വർക്ക് പിന്നെ കംപ്ലീറ്റ് ചെയ്യൂ. ഓക്കെ ആണല്ലോ. അന്നേരം എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നിന്ന് കിട്ടുന്ന വർക്ക് വണ്ടി ഓടിക്കാൻ യൂസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ മറ്റ് 3 സ്ട്രോക്ക് വർക്ക് ചെയ്യിക്കാനും യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നിന്ന് നമുക്ക് വർക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ സീറോ ടേണിംഗ് മൊമെന്റ്, ടോർക്ക് എന്ന് പറയുന്നത് 0. ഓക്കെ, സോ എക്സ്പാൻഷൻ സ്ട്രോക്കിലെ ടേണിംഗ് മൊമെന്റ് കർവ് എന്ന് പറയുന്നത് കണ്ട ഒരു പോസിറ്റീവ് കർവ് ആയിരിക്കും. പോസിറ്റീവ്, ഒരു ലാർജ് പോസിറ്റീവ് കർവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ ഓഫ് വർക്ക് നമുക്ക് എക്സ്പാൻഷൻ സ്ട്രോക്ക് വഴി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു. ഓക്കെ, മറിച്ച് ബാക്കി എല്ലാ സ്ട്രോക്കിന്റെയും കാര്യങ്ങൾ നോക്കും. ഇപ്പം കംപ്രഷൻ സ്ട്രോക്ക് എടുക്കുമ്പോഴത്തേന് കണ്ടോ അതൊരു നെഗറ്റീവ് കർവാണ്. കാര്യം എന്താണ്, കംപ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് കർവ് വന്നു. സക്ഷൻ സ്ട്രോക്കും എക്സോസ്റ്റ് സ്ട്രോക്കും എന്ന് പറയുന്നത് കൂടുതൽ നെഗറ്റീവും പിന്നെ കുറച്ചൊരു പോസിറ്റീവ്. ആ കുറച്ച് പോസിറ്റീവ് വരുന്നത് ഇനേർഷ്യയൊക്കെ കാരണമാണ് കേട്ടോ. അത് നമ്മൾ കൂടുതൽ അതിന്റെ ഡെപ്തിലോട്ട് നമ്മൾ പോകുന്നില്ല. അതായത് ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാലും മതി, സക്ഷൻ സ്ട്രോക്കും ഒരു നെഗറ്റീവ് കർവ് ആയിരിക്കും, എക്സോസ്റ്റ് സ്ട്രോക്ക് ആൾസോ എ നെഗറ്റീവ് കർവ്. പിന്നെ ഒരു ചെറിയൊരു പോസിറ്റീവ് കർവ് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇനേർഷ്യ ഓഫ് ഫ്ലോ വരുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് പിന്നെ ആ സ്ട്രോക്കിന്റെ ലാസ്റ്റ് ഒരു എയറിന്റെ ഒരു ഇനേർഷ്യ വരുന്നത് കൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ആ ഡെപ്തിലോട്ട് നമ്മൾ പോകുന്നില്ല. എന്തായാലും നിങ്ങൾ ഇത്രയും ചിന്തിക്കുക, എക്സ്പാൻഷൻ സ്ട്രോക്കിൽ പോസിറ്റീവ് കർവും അല്ലെങ്കിൽ പോസിറ്റീവ് വർക്ക് ഔട്ട്പുട്ടും ബാക്കി എല്ലാ സ്ട്രോക്കിലും നെഗറ്റീവ് വർക്ക് ഔട്ട്പുട്ടും ആയി വരുന്നത്. ഓക്കെ, സോ അങ്ങനെ എക്സ്പാൻഷൻ സ്ട്രോക്കിലെ കിട്ടുന്ന വർക്കിൽ നിന്ന് ഓരോ കുറച്ച് പാർട്ടായിരിക്കും ഏതിനു വേണ്ടി കൊടുക്കുന്നത്, സക്ഷൻ, കംപ്രഷൻ ആൻഡ് എക്സോസ്റ്റിന് വേണ്ടി കൊടുക്കുന്നത്. സോ അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞോളാം, നമ്മളൊരു മീൻ ടോർക്ക് വരച്ചു കഴിഞ്ഞാൽ, ഒരു മീൻ ടോർക്ക് ടി മീൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഏകദേശം ഇങ്ങനെ വരും. ഓക്കെ, സോ അന്നേരം ആ മീൻ ടോർക്കിന് അഗെയിൻസ്റ്റ് ആയിരിക്കും എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ ഫ്രിക്ഷനും കാര്യങ്ങളും എല്ലാം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ആ മീൻ ടോർക്കിന് അഗെയിൻസ്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എന്നിട്ട് ആ മീൻ ടോർക്കിന് മുകളിലുള്ള ഏരിയ കണ്ടോ, ഈ ഏരിയ ആയിരിക്കും നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു ഏരിയ. എക്സ്ട്രാ വരുന്ന ആകെ മീൻ ടോർക്കിന് എബോ വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പാൻഷൻ സ്ട്രോക്കിലെ മാത്രമുള്ള ഏരിയ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നിന്നാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ മെയിൻ ടോർക്കിന് എബോ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വർക്കാണ്. ആ എക്സ്ട്രാ വർക്ക് ഏതിലോട്ട് കൊടുക്കുന്നു, ഫ്ലൈ വീലിലോട്ട് കൊടുക്കുകയും ഫ്ലൈ വീലിന്റെ സ്പീഡ് അവിടെ കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അതായത് ഏറ്റവും മിനിമം സ്പീഡ് ഫ്ലൈ വീലിന് വരുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും. എന്നിട്ട് അത് വർക്ക് എല്ലാം കൂടെ കിട്ടിയിട്ട് ഏറ്റവും മാക്സിമം സ്പീഡ് ഈ ഒരു പോയിന്റിൽ ഫ്ലൈ വീലിന്റെ മാക്സിമം സ്പീഡ് വരും. സോ N1 ആയിരിക്കും ഇവിടെ വരുന്നത്, മാക്സിമം സ്പീഡ് N1ഉം. എന്നിട്ട് ആ ഫ്ലൈ വീല് എന്ത് ചെയ്യുന്നു, ആ കിട്ടിയ റൊട്ടേഷണൽ എനർജി പിന്നെ ഏതൊക്കെ സ്ട്രോക്കിന് കൊടുക്കുന്നു, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. സോ അതിന് കൊടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സക്ഷൻ സ്ട്രോക്ക് വരുമ്പോൾ അതിന് കൊടുക്കുന്നു, ആൻഡ് കംപ്രഷൻ സ്ട്രോക്ക് വരുമ്പോൾ അതിന് കൊടുക്കുന്നു. ഓക്കെ, അന്നേരം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നാൽ, ഇപ്പൊ ഇതാണ് നമ്മുടെ മീൻ ടോർക്ക്. ഓക്കെ, അന്നേരം അത് പവർ സ്ട്രോക്ക് കഴിഞ്ഞു ഇവിടെ വരുന്നു. അന്നേരം അവിടുത്തെ സ്പീഡ്, അന്നേരം ഇവിടുന്ന് നമ്മൾ പിന്നെ എന്തോ ഫ്ലൈ വീല് എക്സ്ട്രാ എനർജി അബ്സോർവ് ചെയ്യുന്നു. സോ എക്സ്ട്രാ എനർജി അബ്സോർവ് ചെയ്യുമ്പോൾ പിന്നെ എന്തായാലും അതിന്റെ സ്പീഡ് കൂടുന്നു. സോ ദാറ്റ് ഈസ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് N1 = say 3000 RPM. അന്നേരം ആ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ½ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ½ എന്ന് പറയുന്ന റൊട്ടേഷണൽ എനർജി ആയിരിക്കും ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫ്ലൈ വീൽ ആണ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഒമേഗ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ റൊട്ടേഷണൽ സ്പീഡ്, ദാറ്റ് ഈസ് N1 എന്ന് പറയുന്നത് 3000 RPM ആണെങ്കിൽ N1 കറസ്പോണ്ടിങ് ആയിട്ട് 2πn/60 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ω1 കിട്ടുന്നു. സോ ആ ω1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടും. ഓക്കെ, സോ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പവർ സ്ട്രോക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഫ്ലൈ വീൽ അറ്റൈൻ ചെയ്ത സ്പീഡ് എന്ന് പറയുന്നത് അറൌണ്ട് 3000 RPM ആണെന്ന് വെച്ചോ. ഓക്കെ, അന്നേരം അതൊരു റൊട്ടേഷണൽ എനർജിയാണ്. അടുത്ത വരുന്ന എക്സോസ്റ്റ് സ്ട്രോക്ക് കഴിയുമ്പോഴത്തേന് ഞാൻ പറഞ്ഞതുപോലെ ഈ നെഗറ്റീവ് റീജിയനിന് വേണ്ടി ഫ്ലൈ വീൽ കുറച്ച് എനർജി കൊടുക്കുന്നു. കാര്യം നെഗറ്റീവ് റീജിയൻ വർക്ക് ചെയ്യാൻ വേണ്ടി എഞ്ചിനിൽ അങ്ങോട്ട് കുറച്ച് എനർജി കൊടുക്കുകയും ആ കൊടുക്കുന്ന എനർജി ഫ്ലൈ വീലിൽ നിന്നായതുകൊണ്ട് തന്നെ അതിന്റെ റൊട്ടേഷണൽ എനർജി കുറച്ച് കുറയുന്നു. കാര്യം ഫ്ലൈ വീൽ എനർജി കൊടുത്തത് കൊണ്ട് തന്നെ അതിന്റെ റൊട്ടേഷണൽ എനർജി കുറച്ച് കുറഞ്ഞു. സേ അത് 2500 RPM ആയിട്ട് കുറഞ്ഞു. 2500 RPM ആയിട്ട് കുറഞ്ഞു. എവിടെ എത്തിയപ്പം, എക്സോസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞപ്പോൾ. ഓക്കെ, സോ എക്സോസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞ് അടുത്ത വരുന്നത് സക്ഷൻ സ്ട്രോക്ക് ആണ്, ശരിയല്ലേ? എന്നാൽ സക്ഷൻ സ്ട്രോക്കും നേരത്തെ പറഞ്ഞോളം തന്നെ നെഗറ്റീവ് കർവ് തന്നെയാണ്. സോ നെഗറ്റീവ് കർവ് ആയതുകൊണ്ട് തന്നെ അഗെയിൻ ഫ്ലൈ വീലിൽ നിന്ന് അതിലോട്ട് എനർജി കൊടുക്കുകയും 2500 ആയിരുന്നത് ഈ സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞപ്പോഴത്തേന് 2000 RPM ആയിട്ട് മാറി.
അടുത്തത് വരുന്നത് വലിയൊരു നെഗറ്റീവ് സ്ട്രോക്ക് ആണ്, ദാറ്റ് ഈസ് കംപ്രഷൻ. ഏറ്റവും നെഗറ്റീവായിട്ട് വരുന്ന 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഏറ്റവും നെഗറ്റീവ് കർവ് പിന്നെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് കംപ്രഷൻ സ്ട്രോക്കിലാണ്. കാര്യം കംപ്രസ് ആണ് അവിടെ ചെയ്യുന്നത്, നല്ലൊരു വർക്ക് അവിടെ വേണം. സോ വലിയൊരു നെഗറ്റീവ് കർവ് വരുന്നുണ്ട്. സോ അവിടെയും ഫ്ലൈ വീല് തന്നെ കൊടുത്തിട്ട് ഫൈനലി അതിന്റെ സ്പീഡ് എത്ര എത്തുന്നു? ഏകദേശം ഒരു 1000 RPM എത്തുന്നു. അന്നേരം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാ സ്ട്രോക്കും എടുക്കുമ്പോഴത്തേന് ഏറ്റവും ടോപ്പ് സ്പീഡ് വരുന്നത് ആഫ്റ്റർ എക്സ്പാൻഷൻ സ്ട്രോക്കും ഏറ്റവും ലോവസ്റ്റ് സ്പീഡ് വരുന്നത് ആഫ്റ്റർ കംപ്രഷൻ സ്ട്രോക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പോയിന്റിൽ ഇപ്പൊ നമ്മൾ ടേണിംഗ് മൊമെന്റ് മീൻ ടോർക്ക് വരച്ചാൽ ഈ ഒരു പോയിന്റിലായിരിക്കും മിനിമം സ്പീഡും ആൻഡ് ഇവിടെ ആയിരിക്കും മാക്സിമം സ്പീഡും വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായാലും എഴുതാൻ പറ്റും, N1 - N2 എന്ന് എഴുതാം. N1 എന്ന് പറയുന്നത് ആഫ്റ്റർ എക്സ്പാൻഷൻ സ്ട്രോക്ക്, N2 എന്ന് പറയുന്നത് ബിഫോർ എക്സ്പാൻഷൻ സ്ട്രോക്ക്. ഓക്കെ, സോ ഇനി എന്താണെന്ന് വായിച്ചു നോക്കാം. ഇൻ ദ കേസ് ഓഫ് 4 സ്ട്രോക്ക് എഞ്ചിൻ ഇന്റേണൽ കമ്പസ്റ്റൻ 4 സ്ട്രോക്ക് internal combustion engine diagram repeats itself after every 2 revolution instead of 1 revolution as steam engine. സ്റ്റീം എഞ്ചിനിൽ 1 revolution ആണെങ്കിൽ ഇവിടെ എന്താണ് 2 revolution കഴിയുമ്പോഴാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 4π എന്ന് പറയുന്ന ടോട്ടൽ ആംഗിള് ക്രാങ്ക് ആംഗിള് വെച്ച് സൈക്കിൾ വരയ്ക്കുന്നത്. ഫോർ ദി മെജോറിറ്റി ഓഫ് ദി സെക്ഷൻ സ്റ്റോക്ക് ടേണിംഗ് മൊമെന്റ് ഈസ് നെഗറ്റീവ്. നമ്മൾ പറഞ്ഞത് തന്നെ സെക്ഷൻ സ്റ്റോക്കിന്റെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗം പോസിറ്റീവ് ഉണ്ട് ഇനേർഷ്യ കാരണം. സോ മെജോറിറ്റി ഓഫ് സെക്ഷൻ സ്റ്റോക്ക് ടേണിംഗ് മൊമെന്റ് ഈസ് നെഗറ്റീവ്. ഡ്യൂറിംഗ് കംപ്രഷൻ സ്റ്റോക്ക് ടോട്ടലി നെഗറ്റീവ്, ടേണിംഗ് മൊമെന്റ് ടോട്ടലി നെഗറ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് പോസിറ്റീവ് ത്രൂ ഔട്ട് ദ എക്സ്പാൻഷൻ സ്റ്റോക്ക്. എക്സ്പാൻഷൻ സ്റ്റോക്കിൽ ഫുള്ള് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് നെഗറ്റീവ് ഇൻ ദ എക്സോസ്റ്റ് സ്റ്റോക്ക്. എക്സോസ്റ്റ് സ്റ്റോക്കിലും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ അത് പറഞ്ഞതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അടുത്തത് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഓഫ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. മൾട്ടി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 സിലിണ്ടർ വരുമ്പോഴത്തേന് നമ്മുടെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ അതിന്റെ ഇൻഡെപ്തിലോട്ട് പോകേണ്ട. ഒരു മൾട്ടി സിലിണ്ടറിന്റെ കേസിൽ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ മീൻ ടോർക്ക് ഇങ്ങനെ വരച്ചാൽ ആ മീൻ ടോർക്കിന്റെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ കുറച്ച് കർവുകൾ വരും. ഒരു മൾട്ടി സിലിണ്ടറിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഇതുപോലെയായിരിക്കും. ഓക്കെ, സോ മീൻ ടോർക്കിന് മുകളിലുള്ള ഭാഗം നമുക്ക് ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുകയും മീൻ ടോർക്കിന് താഴെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഫ്ലൈ വീലിൽ നിന്നും എഞ്ചിൻ എടുക്കുന്നതുമായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഓരോ സിലിണ്ടറിന്റെ കേസിൽ ഓരോ നമുക്ക് പവർ സ്ട്രോക്ക് ഇങ്ങനെ കിട്ടുകയും അതിൽ നിന്നും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഡയഗ്രാം കിട്ടുന്നത്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി എന്താ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയാണ്. നമ്മൾ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് പറഞ്ഞു. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയേഷൻ അല്ലെ, എന്നിട്ട് സ്പീഡിന്റെ വേരിയേഷൻ. ദാറ്റ് ഈസ് N1 എന്ന് പറയുന്നത് മാക്സിമം സ്പീഡും N2 എന്ന് പറയുന്നത് മിനിമം സ്പീഡും ആണെങ്കിൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് N1 - N2 ആയിരിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെ എനർജിയും വരും. ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. എനർജി എന്ന് പറയുന്നത് ഈ N1 കറസ്പോണ്ടിങ് ആയിട്ട് സ്പീഡ് N1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി കാണും. ഞാൻ പറഞ്ഞു എപ്പോഴും ഫ്ലൈ വീലിന്റെ കേസിൽ റൊട്ടേഷണൽ എനർജിയാണ് വരുന്നത്. സോ റൊട്ടേഷണൽ എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ½I⍵² ആണ്. ശരിയല്ലേ? ½I⍵². സോ N1 എന്ന് പറയുന്ന മാക്സിമം സ്പീഡ് N1 കറസ്പോണ്ടിങ് ആയിട്ട് ½I⍵1² എന്ന് പറയുന്നതായിരിക്കും മാക്സിമം എനർജി എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം എനർജി. അതുപോലെ N2 എന്ന് പറയുന്ന മിനിമം സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ½I⍵2² ആയിരിക്കും മിനിമം എനർജി എന്ന് പറയുന്നത് അല്ലെ, മിനിമം എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് പറഞ്ഞത്. പിന്നെ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് മാക്സിമം എനർജിയും മിനിമം എനർജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് പോലെ തന്നെ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡും മിനിമം സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് മാക്സിമം എനർജിയും മിനിമം എനർജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും. എന്നിട്ട് നോക്ക്, വേരിയേഷൻ ഓഫ് എനർജി എബോവ് ആൻഡ് ബിലോ മീൻ റെസിസ്റ്റിംഗ് ടോർക്ക് ഈസ് കാൾഡ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. നമ്മളൊരു മീൻ റെസിസ്റ്റിംഗ് ടോർക്ക് ദാറ്റ് ഈ സ്റ്റീമീൻ എടുക്കുമ്പോഴത്തേന് അതിന്റെ മുകളിലും താഴെയായിട്ട് വരുന്ന എനർജിയുടെ ഒരു വേരിയേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? വെറും ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയാണ് എന്ത് പറയുന്നത്? മാക്സിമം എനർജി മൈനസ് മിനിമം എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം എനർജീസ് ഈസ് കാൾഡ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. സിംപ്ലി ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിഫറൻസ്, ഏതെങ്കിലും രണ്ട് എനർജി തമ്മിലുള്ള ഒരു ഡിഫറൻസ്. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സൈക്കിൾ, ഒരു ഫുൾ സൈക്കിൾ എടുക്കുമ്പോഴത്തേന് അവിടെ എവിടെയാണോ മാക്സിമം എനർജി വരുന്നത് ദാറ്റ് ഈസ് E1 കറസ്പോണ്ടിങ് ടു സ്പീഡ് N1, ആൻഡ് എവിടെയാണോ ഏറ്റവും മിനിമം വരുന്നത് ദാറ്റ് ഈസ് E2 കറസ്പോണ്ടിങ് ടു സ്പീഡ് N2. ഇത് തമ്മിലുള്ള ഈ E1 - E2, E1 E2 എന്താ? ½I⍵1² ½ I⍵2². സോ അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ,
അന്നേരം നമുക്ക് ഈ ഒരു ഗ്രാഫ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞോണം മീൻ ടോർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് എടുത്താൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഒരു മാക്സിമം സ്പീഡ് നമുക്ക് ഇവിടെയും വരാം, ഒരു മാക്സിമം സ്പീഡ് ഇവിടെയും വരാം. അന്നേരം ഈ രണ്ട് സ്പീഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും മാക്സിമം, സപ്പോസ് ഇതാണ് ഏറ്റവും മാക്സിമം എന്ന് വെച്ചോ, ഇതാണ് ഏറ്റവും മാക്സിമം n1, ഏറ്റവും മിനിമം ഇവിടെയും വരാം, ഏറ്റവും മിനിമം ഇവിടെയും വരാം. അതിൽ ഞാൻ ഇത് മിനിമം എടുത്തു. ഓക്കെ, അന്നേരം എവിടെ വേണമെങ്കിലും വരാം. അന്നേരം ഇത് മിനിമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന്, എക്സാമ്പിൾ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന് ഇവിടെ 300 RPM വന്നു, ഇവിടെ 501 വന്നു, ഇവിടെ 299 വന്നു, ഇവിടെ 500 വന്നു. ഓക്കെ, അതായത് നിങ്ങൾ ഇതിലെ ഏറ്റവും മാക്സിമം എന്തായാലും ഈ 3 പോയിന്റിലായിരിക്കും, ഈ 3 പോയിന്റ് ആയിരിക്കും ക്രിട്ടിക്കൽ. ഈ ഒരു പോയിന്റ് ഒരു പോയിന്റ് ഒക്കെ എടുക്കുമ്പോഴത്തേന് എന്തായാലും പിന്നെ എന്തായിരിക്കും അവിടെ മാക്സിമം മിനിമം ആയിരിക്കത്തില്ല, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, സോ ഏറ്റവും മിനിമം വരാനുള്ളൊരു സാധ്യത ഈ 2 പോയിന്റും, ഏറ്റവും മാക്സിമം വരാനുള്ളൊരു സാധ്യത ഈ 2 പോയിന്റും. ഓക്കെ, സോ അന്നേരം നമ്മൾ 501 500 എടുക്കുമ്പോഴത്തേന് ഏറ്റവും മാക്സിമം ഏതായിരിക്കും? 501 സെലക്ട് ചെയ്യണം. അതുപോലെ 299 300 എടുക്കുമ്പോഴത്തേന് മാക്സിമം ഏതായിരിക്കും? 300 സെലക്ട് ചെയ്യണം. ഓക്കെ, സോ അന്നേരം ഈ ഒരു പോയിന്റിൽ 501 ആയിരുന്നു മാക്സിമം ആയിരുന്നു, ഈ ഒരു പോയിന്റിൽ 299 ആയിരുന്നു മിനിമം ആയിരുന്നു. അന്നേരം ഈ 501 എന്ന് പറയുന്ന RPM കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ω1 കണ്ടുപിടിക്കുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാഫ് ω1² വെച്ച് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് E1 കിട്ടും. അതുപോലെ 299 കറസ്പോണ്ടിങ് ആയിട്ട് N2, ദാറ്റ് ഈസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ω2 കണ്ടുപിടിക്കുകയും അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേന് E2 കിട്ടുന്നു. ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് ആയിരിക്കും മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, ഇങ്ങനെ ഒരു ഡയഗ്രാം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നാൽ, ഡയഗ്രാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ PSCയിൽ വളരെ റയറാണ്, പക്ഷേ ഈ ഒരു വാല്യൂസ് തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. കുറച്ച് കട്ടിയുള്ള എക്സാം ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് വാല്യൂസ് തന്നിട്ട് ചോദിക്കാം. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മീൻ ടോർക്ക് ലൈനാണ്. നമ്മുടെ മീൻ ടോർക്കിന് ലൈനിന് എബോവ് കുറച്ച് ഏരിയാസ് ഉണ്ട്, ദാറ്റ് ഈസ് പോസിറ്റീവ് ഏരിയാസ്. ഇതെല്ലാം പോസിറ്റീവ് ഏരിയാസ് ആണ്. പിന്നെ അതുപോലെ മീൻ ടോർക്കിന് താഴെ കുറെ വരുന്ന ഏരിയാസ് എല്ലാം നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ഈ ഏരിയയുടെ വാല്യൂ തരും എന്ന് പറഞ്ഞാൽ A1 A3 ആൻഡ് A5 A2 A4 ആൻഡ് A6 ഇതിന്റെ വാല്യൂസ് തന്നിട്ട്, ഈ ഏരിയയുടെ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് അവർ വേണമെങ്കിൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലാതെ ഡയഗ്രാം തന്നിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, പക്ഷെ വേണമെങ്കിൽ വാല്യൂസ് തരാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അവർ പറയാൻ പറ്റും, എന്താണ് മീൻ ടോർക്കിന് എബോ ആൻഡ് ബിലോ വരുന്ന ഏരിയാസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ +200 -300 +150 -160. ഓക്കെ, +140 -100. ഓക്കെ, ഇത്രയാണ് വാല്യൂസ്. അന്നേരം നിങ്ങൾ എങ്ങനെ ഡയഗ്രാം വരയ്ക്കണം? അങ്ങോട്ട് മീൻ ടോർക്ക് അങ്ങോട്ട് എടുത്തിട്ട് +200 മീൻസ് എബോവ്, പിന്നെ മീൻ ടോർക്കിന് മുകളിൽ ഒരു 200 ഏരിയ വരുന്ന രീതിയിൽ +200 mm² എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഏരിയയുടെ രൂപത്തിലായിരിക്കും തരുന്നത്. ഓക്കെ, അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മാത്രം അതിന്റെ ചെയ്യാം, അല്ലാതെ ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല, എങ്കിലും അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതുപോലെ -300 എന്ന് പറയുമ്പോൾ താഴോട്ട് 300 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഏരിയ, +2 150, അതുപോലെ -160 +140 ആൻഡ് -100. കണ്ടോ, ഇങ്ങനെ ഗ്രാഫ് നമ്മൾ വരച്ചെടുക്കണം. സോ അങ്ങനെ ആയിരിക്കും ഈ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. സോ ഈ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടിയാൽ ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മൾ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിന് A എന്ന് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിലെ എനർജി എന്ന് പറയുന്നത് E എന്ന് പറയുന്ന ഒരു എനർജി എടുത്തു, അസ്യൂം ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഒന്നും നിങ്ങൾ അസ്യൂം ചെയ്യണം, ജസ്റ്റ് E എന്ന് പറയുന്ന ഒരു എനർജി തന്നെ അസ്യൂം ചെയ്തു. ഓക്കെ, സോ ഇവിടുത്തെ എനർജി E ആണെങ്കിൽ അടുത്ത E കഴിഞ്ഞിട്ട് വരുന്നത് ഒരു പോസിറ്റീവ് കർവാണ്, ശരിയല്ലേ? പോസിറ്റീവ് കർവാണ് വരുന്നത്, ദാറ്റ് ഈസ് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ A1 ആണ്. പോസിറ്റീവ് കർവ് വിത്ത് A1. അന്നേരം ഈ അടുത്ത ബിയുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൾറെഡി എയിൽ പിന്നെ എന്തായിരുന്നു E എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ പോസിറ്റീവ് കർവ് മീൻസ് എന്താണ്? എക്സ്ട്രാ വരുന്ന എനർജിയാണ് അല്ലെ? മീൻ ടോർക്ക്, ഇതൊരു മീൻ ടോർക്ക് ലൈനാണ്. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ മീൻ ടോർക്കാണ്. സോ ഈ മീൻ ടോർക്കിൽ നിന്നും പോസിറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വരുന്ന എനർജിയാണ്. ആ എക്സ്ട്രാ വരുന്ന എനർജി ആര് സ്റ്റോർ ചെയ്ത് വെക്കും? ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്ത് വെക്കും, ശരിയല്ലേ? അന്നേരം ഫ്ലൈ വീലിന് ഓൾറെഡി E എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ആ എക്സ്ട്രാ എനർജിയും കൂടെ ചേരുന്നതായിരിക്കും എവിടെ? ഈ B എന്ന് പറയുന്ന പോയിന്റിലെ എനർജി.
ഓക്കെ ആണല്ലോ. അന്നേരം ബി എന്ന് പറയുന്ന പോയിന്റിലെ എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് മുമ്പത്തെ പോയിന്റിന്റെ എനർജിയുടെ കൂടെ അതിന് രണ്ടിനും കൂടെ ഇടയ്ക്ക് വരുന്ന ആ ഗ്രാഫിന്റെ ഏരിയ കൂട്ടുക. ഓക്കെ, അതായത് ഗ്രാഫിന്റെ ഏരിയ രണ്ടും ഒരേ യൂണിറ്റിലായിരിക്കണം. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ യുടെ യൂണിറ്റ് ജൂൾസിൽ തന്നാൽ A1ന്റെ യൂണിറ്റും എന്തിൽ തന്നെ എഴുതണം, ജൂൾസിൽ തരണം. അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്ററിൽ തന്നാൽ ഇതും ന്യൂട്ടൺ മീറ്ററിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അന്നേരം അതിനനുസരിച്ച് ഇപ്പം അത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിന് തൽക്കാലം നിങ്ങൾ ഇത്ര ഓർക്കുക, എയുടെ എനർജി എന്തായിട്ട് എടുക്കുക, ഇ എന്ന് എടുക്കുക. സോ ബിയുടെ എനർജി എന്തായിരിക്കും, ഇ പ്ലസ് A1 ആയിരിക്കും. ഇനി നമുക്ക് സിയിലോട്ട് പോകാം. സിയുടെ ഒരു പ്രത്യേകത എന്താ, സിയിലെ എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് വെച്ചാൽ തൊട്ട് മുമ്പിലത്തെ പോയിന്റ് എടുക്കുക. തൊട്ട് മുമ്പിലത്തെ പോയിന്റ് ബി ആയിരുന്നു. സോ ബിയുടെ കൂടെ, ബി എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് A1 ആയിരുന്നു. അതിന്റെ കൂടെ A2 എന്ത് ചെയ്യണം, A2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് കർവ്. സോ A2 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അന്നേരം എന്ത് കിട്ടും, സിയിലെ എനർജി കിട്ടും. മനസ്സിലായല്ലോ. ഇനി ഡിയിലെ എനർജി എങ്ങനെ കിട്ടുന്നത്, ഡിയിലെ എനർജി എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പുള്ള പോയിന്റ് സി ആയിരുന്നു. സോ സിയിലെ എനർജി ഇ പ്ലസ് A1 മൈനസ് A2 ആണ്. അതിന് ഈ ബി സിക്കും ഡിക്കും ഇടയ്ക്ക് പോസിറ്റീവ് കർവാണ് വരുന്നത് A3. സോ അത് ആ ഫ്ലൈവീലിന് എനർജി ആഡാണ് ചെയ്യുന്നത്. സോ പ്ലസ് A3 വരും. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഓരോ പോയിന്റിന്റെ എനർജി കണ്ടുപിടിക്കണം. സോ എയിലെ എനർജി ഇ ആണ്, ബിയിലെ എനർജി ഇ പ്ലസ് A1 വന്നു, സിയിലെ എനർജി ഇ പ്ലസ് A1 പ്ലസ് A2. ഇ പ്ലസ് A1ന്റെ കൂടെ എന്തുകൂടെ കുറച്ചാൽ മതി, മൈനസ് A2 കുറയ്ക്കുക. അതുപോലെ ഡിയിലെ എനർജി എന്ന് പറഞ്ഞാൽ സിയുടെ എനർജിയായ ഇ പ്ലസ് A1 മൈനസ് A2ന്റെ കൂടെ A3 കൂടെ കൂട്ടുമ്പോഴത്തേന് എന്ത് കിട്ടും, ഡിയിലെ എനർജി കിട്ടും. ഇനി ഇയിലെ എനർജി എന്തായിരിക്കും, ഡിയിലെ എനർജിയായ ഇ പ്ലസ് A1 മൈനസ് A2 പ്ലസ് A3യുടെ കൂടെ A4 മൈനസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും, ഇയിലെ എനർജി കിട്ടും. അങ്ങനെ നമുക്ക് അപ് ടു ജി എന്ന് പറയുന്ന പോയിന്റിലെ എനർജി കണ്ടുപിടിക്കണം. സോ ജിയിലെ എനർജി ഫൈനലി എന്ത് വന്നു, എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേന് ഏത് തന്നെ വരും, എയിലെ എനർജി തന്നെ വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ സൈക്കിളാണ്. അന്നേരം ഈ ഒരു ഒറ്റ സൈക്കിളിൽ വീണ്ടും അടുത്ത സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പോവാം. അന്നേരം ഈ ഫൈനൽ പോയിന്റും ഈ ഇനീഷ്യൽ പോയിന്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാര്യം ഒരേ സൈക്കിളാണ് അല്ലെ. അങ്ങനെ ആ സൈക്കിൾ അടുത്ത വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ അടുത്ത സൈക്കിളിലെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും മനസ്സിലാവും ഈ എയും അവസാനത്തെ ഫൈനൽ പോയിന്റായ ജിയിലെ എനർജിയും സെയിം ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അന്നേരം ഇതെല്ലാം ഒരു വാല്യൂസ് ആണ്, നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതെല്ലാം A1 A2 എല്ലാം ഒരു വാല്യൂസ് ആണ്. ഓക്കെ, ഡിജിറ്റ്സ് ആണ്. സോ അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് ഇവിടുത്തെ ഇ മാത്രം നമ്മൾ അസ്യൂം ചെയ്യുക, ഇ എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് അസ്യൂം ചെയ്യുന്നു. സോ അടുത്തത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് A1 വരെ 40 അങ്ങനെയൊക്കെ ആയിരിക്കും പ്രോബ്ലത്തിൽ വരുമ്പോഴത്തേന്. അതുപോലെ A1 മൈനസ് A2 ചെയ്ത് വരുമ്പോഴത്തേന് ഇ പ്ലസ് 10 എന്നൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോഴത്തേന് ഈ ഒരു ഇത്രയും പോയിന്റിൽ ഏതാണ് ABCDE മുതൽ G വരെ ഉള്ള ഒരു പോയിന്റിൽ ഏറ്റവും മാക്സിമം ഒരു എനർജിയും വരും, ഏറ്റവും മിനിമം ഒരു എനർജിയും വരും. ഓക്കെ, ഡിയിലെ ആണ് ഏറ്റവും മാക്സിമം, അതിനെ നിങ്ങൾ എന്ത് എടുക്കണം, E1 എന്ന് എടുക്കണം. ആൻഡ് എഫിലെയാണ് ഏറ്റവും മിനിമം എങ്കിൽ അതിനെ എന്തെടുക്കണം, നിങ്ങൾ E2 എന്ന് എടുക്കണം. മനസ്സിലായ, ഇവിടെ മാക്സിമം ഒരു വാല്യൂ നോക്കണം, മിനിമം വാല്യൂ നോക്കണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കാം. അവർ ചുമ്മാ പറഞ്ഞിരിക്കുന്നു മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് A1 ആണ്. ഇ പ്ലസ് A1 എന്ന് പറഞ്ഞാൽ ബിയിലെയാണ് മാക്സിമം എനർജി. ചുമ്മാ അവരൊന്ന് അസ്യൂം ചെയ്തേക്കും കേട്ടോ, ബിയിലെ എനർജിയാണ് മാക്സിമം. സോ മാക്സിമം എനർജി ബിയിലെ പോയിന്റ് എടുക്കുന്നു, മിനിമം എനർജി അവർ ഏതെടുക്കുന്നു, ഇ പ്ലസ് A1 മൈനസ് A2 പ്ലസ് A3 മൈനസ് A4 എന്ന് പറഞ്ഞാൽ ഇയിലെ പോയിന്റ് അവർ മിനിമം ആണ് എടുത്തേക്കുന്നു. ഓക്കെ, അത് ചുമ്മാ എടുത്തേക്കുക. അതായത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ആ വാല്യൂവിൽ നോക്കിയിട്ട് മാക്സിമം എനർജി ഏതാ മിനിമം എനർജി ഏതാ നോക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ആയ മാക്സിമം എനർജി മൈനസ് മിനിമം എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി അന്നേരം കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അന്നേരം മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ്. അന്നേരം കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ടു വർക്ക് ഡൺ പെർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ദാറ്റ് ഈസ് CE ഈസ് ഈക്വൽ ടു മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി പെർ വർക്ക് ഡൺ പെർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത വർക്ക്, ആ വർക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയായിരിക്കും, അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. സോ വർക്ക് ഡൺ പെർ സൈക്കിളും
മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കിട്ടും. ഓക്കെ, സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. അതുപോലെ വർക്ക് ഡൺ പെർ സൈക്കിൾ പറഞ്ഞു തരാം. സോ ഇത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ഓക്കെ, സോ വർക്ക് ഡൺ പെർ സൈക്കിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഞാൻ തുടക്കത്തിൽ പറഞ്ഞോളം തന്നെ മീൻ ടോർക്ക് ഇൻറ്റു തീറ്റ എടുത്താൽ മതി. നമ്മളൊരു കർവ് എടുക്കുമ്പോഴത്തേന് ഇപ്പോൾ ഒരു 4 സിലിണ്ടർ എഞ്ചിന്റെ കേസിൽ ഇങ്ങനെ വരത്തില്ലേ? എന്നാൽ അതിലൊരു മീൻ ടോർക്ക് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ മീൻ ടോർക്ക് എത്രയാണോ ആ മീൻ ടോർക്ക് ഇൻറ്റു തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ ടേൺഡ്. 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ 4π ആണ് തീറ്റ, ശരിയല്ലേ? സോ 4π ഇൻറ്റു മീൻ ടോർക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേന് വർക്ക് ഡൺ പെർ സൈക്കിൾ കിട്ടും. ഓക്കെ, സോ അതാണ് എഴുതിയിരിക്കുന്നത്. തീറ്റ എന്ന് പറയുന്നത് 2π ഇൻ ദ കേസ് ഓഫ് സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിന്റെ കേസിൽ 2π. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷനിലാണ് നമുക്ക് പവർ കിട്ടുന്നത്. സോ 2π ആയിരിക്കും സ്റ്റീം എഞ്ചിൻ. അതുപോലെ 2 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിലും എന്താണ്? 2π ആണ്. എന്നിട്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 സ്ട്രോക്ക് എഞ്ചിൻ ആയാലും സ്റ്റീം എഞ്ചിൻ ആയാലും 2π ആണ്. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഇറ്റ് ഈസ് 4π. ഓക്കെ, സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മീൻ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്നിട്ട് വർക്ക് ഡൺ പെർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മീൻ ടോർക്ക് ഇൻറ്റു തീറ്റ ആണല്ലോ. മീൻ ടോർക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു 2π/nt/60 ആണ്. ആ ഇക്വേഷനിൽ നിന്നും ആ ടി ആണ് എന്ത്? മീൻ ടോർക്ക് എന്ന് പറയുന്നത്. സോ പവർ എന്ന് പറയുന്നത് 2π/nt_60 ആണ്. സോ പവർ ക്വസ്റ്റ്യനിൽ തന്നേക്കും. സോ പവറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മീൻ ടോർക്ക് കണ്ടുപിടിക്കാം. സോ മീൻ ടോർക്കും തീറ്റയും അറിയാമെങ്കിൽ വർക്ക് ഡൺ പെർ സൈക്കിൾ കണ്ടുപിടിക്കാം. ഈ മാക്സിമം ഫ്ലക്ച്വേഷനും കൂടെ എനർജി അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി അറിയാമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് അത് വന്നതെന്ന് മനസ്സിലായല്ലോ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അന്നേരം കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഒരു ത്രൂ ഔട്ട് സൈക്കിളിൽ എത്രത്തോളം ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്, എനർജിക്ക് എത്രത്തോളം ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ആ ഫ്ലക്ച്വേഷൻ ഏതിന് കാരണമാകുന്നു? വൈബ്രേഷൻ പോലുള്ള സംഭവങ്ങൾക്ക് കാരണമാകുന്നു. എഞ്ചിന്റെ വൈബ്രേഷൻ പോലുള്ള സംഗതികൾക്ക് കാരണമാകുന്നു ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. സോ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഏറ്റവും കൂടുതൽ നമ്മളെ ലോജിക്കലി എന്തായിരിക്കും? സിംഗിൾ സിലിണ്ടർ സിംഗിൾ ആക്ടിംഗ് 4 സ്ട്രോക്ക് എഞ്ചിന് തന്നെയായിരിക്കും എപ്പോഴും ഫ്ലക്ച്വേഷൻ കൂടുതൽ. ഒറ്റ സിലിണ്ടറിൽ 4 സ്ട്രോക്ക് എടുക്കുമ്പോഴത്തേനാണ് ഒരു പവർ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ അന്നേരം നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും അല്ലേ? 2 റവല്യൂഷനിൽ ഒറ്റ പവർ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ തന്നെ അതിന് ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, സോ 1.93 ആണ് എന്ത്? സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിന്റെ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ബൈക്കിനൊക്കെ വൈബ്രേഷൻ കൂടുതൽ. ഇപ്പം കാറിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ബൈക്കിന് വൈബ്രേഷൻ കൂടുതൽ. നമ്പർ ഓഫ് സിലിണ്ടർ കുറവാണ്. നമ്പർ ഓഫ് സിലിണ്ടർ കുറയുന്നതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ സിലിണ്ടർ എഞ്ചിന്റെ കേസിൽ വലിയ ഫ്ലൈ വീലിന്റെ ആവശ്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സിലിണ്ടറിൽ നിന്നാണ് ഒരു സിലിണ്ടറിന്റെ ഒരു പവർ സ്ട്രോക്കിൽ നിന്നാണ് ബാക്കി സ്ട്രോക്ക് വർക്ക് ചെയ്യേണ്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ വലിയ ഫ്ലൈ വീലിന്റെ ആവശ്യവും വരും. ഇനി അത് നേരെ സിംഗിൾ സിലിണ്ടർ മാറിയിട്ട് 4 സിലിണ്ടർ സിംഗിൾ ആക്ടിംഗ് 4 സ്ട്രോക്ക് എഞ്ചിനിലോട്ട് വരുമ്പോഴത്തേനും അത് നേരെ 0.066 ആയിട്ട് മാറുന്നുണ്ട്. കണ്ടോ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. സോ അതിന്റെ മീനിങ് എന്താണ്? ഫ്ലക്ച്വേഷൻ കുറഞ്ഞു. കാര്യം 4 സിലിണ്ടർ 4 സമയത്തായിരിക്കും പവർ സ്ട്രോക്ക്. 4 സിലിണ്ടർ ഒരേ സമയത്ത് പവർ സ്ട്രോക്ക് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യത്തില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫയറിംഗ് ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫയറിംഗ് ഓർഡർ ഓഫ് 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് 1342 ആണല്ലോ. അതിന്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് സിലിണ്ടർ ഫയർ ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാം എന്തായിരിക്കും? പിന്നെ മറ്റ് സ്ട്രോക്കുകളിലായിരിക്കും. അന്നേരം ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫയറിംഗ് ഓർഡർ. അന്നേരം അതിന്റെ മീനിങ് എന്താണ്? 4 സ്ട്രോക്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പവർ സ്ട്രോക്ക് കിട്ടുന്നുണ്ട്. 4 സിലിണ്ടർ വരുമ്പോഴത്തേന് 4 സ്ട്രോക്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ നിന്ന് പവർ സ്ട്രോക്ക് കിട്ടുന്നു. സോ അതുകൊണ്ട് തന്നെ ഏകദേശം അവിടെ ഒരു ഫ്ലക്ച്വേഷൻ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ ഫ്ലൈ വീലിന്റെ ആവശ്യമേ വരും. സോ അതുകൊണ്ട് 4 സിലിണ്ടർ വരുമ്പോഴത്തേന് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കുറവായിരിക്കും. അതിപ്പോൾ അത് തന്നെ നമ്മളിപ്പോൾ കാറൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ 3 സിലിണ്ടർ എഞ്ചിനും 4 സിലിണ്ടർ എഞ്ചിന്റെയും വണ്ടികളുണ്ടല്ലോ. അന്നേരം 3 സിലിണ്ടർ എഞ്ചിനേക്കാളും വൈബ്രേഷൻ കുറവായിരിക്കും അത് തന്നെ 4 സിലിണ്ടർ എഞ്ചിൻ വരുമ്പോഴത്തേന്. സോ അതൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനേക്കാളും എനർജി പിന്നെ വൈബ്രേഷൻ കുറവെന്ന് പറയുന്നത് 6 സിലിണ്ടർ സിംഗിൾ ആക്ടിംഗ് 4 സ്ട്രോക്ക്. കണ്ടോ? ഒരു നമ്പർ ഓഫ് സിലിണ്ടർ കൂടുന്നതനുസരിച്ച് വൈബ്രേഷൻ നല്ലോണം വൈബ്രേഷൻ അല്ല വേരിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ത്